Good afternoon. Good afternoon, Good ma'am. afternoon. Good afternoon. Happy New Year. Good afternoon, Miss. Happy New Year. Happy New Year, Miss. Yeah. Happy New Year. എല്ലാവരും Good afternoon, Miss. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. Happy ഹാപ്പി New ന്യൂ Year. ഇയർ രേവതി. ഹാപ്പി ന്യൂ ഇയർ. Happy New Year, Miss. ഇപ്പൊ ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നില്ലേ? ക്രിസ്മസ് ഒക്കെ വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിച്ചോ? ഓ, അടിച്ചു പൊളിച്ചു. അടിച്ചു പൊളിച്ചു. ഓക്കെ. മറന്നുപോയോ? ചാപ്റ്റർ മറന്നുപോയോ? നോക്കിയായിരുന്നോ? വായിച്ചായിരുന്നോ? മറന്നിട്ടില്ല. ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്താണ്? ചില ഭൂരൂപങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലേ? ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരെന്താണ്? ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന പ്രക്രിയ ഭൂരൂപീകരണ പ്രക്രിയ അല്ലേ? ഓക്കെ. ഇനി ഭൂരൂപീകരണ സഹായികൾ എന്തൊക്കെയാണ്? ഭൂരൂപീകരണ സഹായികള് ഏജൻസ് ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞേ. ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനി, തിരമാല, ബാഹ്യശക്തികള്. ഓക്കെ. അതാണ് ഭൂരൂപീകരണ സഹായികൾ അല്ലെ? ഒഴുകുന്ന വെള്ളം, കാറ്റ്, തിരമാല, ഹിമാനി. ഇനി അപക്ഷയം എന്താണ്? അപക്ഷയം എന്ത് പ്രോസസ്സാണ് അപക്ഷയം? ശിലകൾ പൊടിയുന്നതിനെ അപക്ഷയം എന്ന് പറയുന്നു. എത്ര തരത്തിലുള്ള അപക്ഷയമാണുള്ളത്? 3 തരം. ഭൗതിക അപക്ഷയം, രാസിക അപക്ഷയം, ജൈവിക അപക്ഷയം. ഓക്കെ. രാസിക അപക്ഷയം, ജൈവിക അപക്ഷയം, പിന്നെ ഭൗതിക അപക്ഷയം. 3 തരമുണ്ട് അല്ലെ? ഓക്കെ. ഇനി അപരദനവും നിക്ഷേപണവും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? അപരദനം, അതുകൂടാതെ നിക്ഷേപണം, ഇറോഷനും അതുപോലെ അതായത് പൊടിഞ്ഞ കല്ലുകളൊക്കെ ഒരിടത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനാണ് അപരദനം എന്ന് പറയുന്നത്. അപ്പൊ നിക്ഷേപണോ? താഴ്ന്ന പ്രദേശങ്ങളിൽ ഈ വസ്തുക്കള് താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുകയാണ്. ആ പ്രക്രിയക്കാണ് നിക്ഷേപണം എന്ന് പറയുന്നത്. നിക്ഷേപണം എന്ന് പറയുന്നത് അല്ലെ? ഇനി നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒരു 4 ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ? ഏതൊക്കെയാണത്? നദിയുടെ ഒഴുക്കിനെ ജലത്തിന്റെ അളവ്, ശിലാഘടന, പ്രദേശത്തിന്റെ ചെരിവ്, ശിലാഘടന, അവസാദങ്ങളുടെ അളവ് അല്ലേ? ജലത്തിന്റെ അളവ്, ശിലാഘടന, പ്രദേശത്തിന്റെ ചെരിവ്, അവസാദങ്ങളുടെ അളവ്. ഓക്കെ. ഇനി പ്രഭവസ്ഥാനം മുതൽ നദീമുഖം വരെയുള്ള ചരിവിലെ വ്യത്യാസത്തിനനുസരിച്ച് നദീമാർഗത്തെ 3 തിരിച്ചിട്ടുണ്ട് അല്ലെ? ഏതൊക്കെയാണ് ആ 3 ഘട്ടങ്ങള്? ഉപരിഘട്ടം, മധ്യഘട്ടം, കീഴ്ഘട്ടം. ഓക്കെ. കുത്തനെയുള്ള ചെരുവിലൂടെ അതിവേഗത്തിൽ ഒഴുകുന്ന ഭാഗത്തിന് പറയുന്ന പേരെന്താണ്? ഉപരിഘട്ടം. ഓക്കെ. അടിവാര മേഖലയിലൂടെ നദി ഒഴുകുന്നതിന് പറയുന്ന പേരെന്താണ്? മധ്യഘട്ടം. സമതല ഭാഗത്തു കൂടിയുള്ള നദിയുടെ ഒഴുകിനെ പറയുന്ന പേരെന്താണ്? കീഴ്ഘട്ടം അല്ലെ? വെള്ളച്ചാട്ടങ്ങൾ എവിടെയാണ് കൂടുതൽ കാണപ്പെടുന്നത്? ഏത് ഘട്ടത്തിലാണ്? ഉപരിഘട്ടത്തില്. ഓക്കെ. ഇനി പ്രളയ സമതലങ്ങൾ എവിടെയാ കാണപ്പെടുന്നത്? പ്രളയ സമതലങ്ങൾ എവിടെയാ കാണപ്പെടുന്നത്? കീഴ്ഘട്ടം അല്ലെ? ഓക്കെ. കീഴ്ഘട്ടം. ഇനി മിയാൻഡറുകളും അതുപോലെ തന്നെ ഓക്സ്ബോ തടാകങ്ങൾ എവിടെയാ കാണപ്പെടുന്നത്? ഓക്കെ. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? മറന്നൊന്നും പോയിട്ടില്ല. ഇനി അടുത്ത നോക്കിയേ. അടി കിട്ടുകണക്ക്. അടി വേണോ? ഓക്കെ. അടുത്ത ശ്രദ്ധിക്കട്ടോ. അപ്പൊ നമ്മൾ ഇവിടം വരെയാണ് 2 ക്വസ്റ്റ്യൻ പറഞ്ഞു അല്ലെ? അപരദന പ്രക്രിയ സജീവമാകുന്ന ഏത് നദിയുടെ ഏത് ഘട്ടത്തിലാണെന്ന് പറഞ്ഞേ? ഓർമ്മയുണ്ടോ? അപരദന പ്രക്രിയ സജീവമാകുന്നത് നദിയുടെ ഏത് ഘട്ടത്തിലാണ്? ഉപരിഘട്ടത്തില്. ഓക്കെ. ഇനി കീഴ്ഘട്ടത്തിൽ കാണപ്പെടുന്ന ഭൂരൂപങ്ങൾ ഏത് പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്? അപരദനത്തിന്റെ. കീഴ്ഘട്ടത്തിൽ കാണപ്പെടുന്ന ഭൂരൂപങ്ങൾ സമതലങ്ങളാണ് അല്ലെ? നിക്ഷേപണം.
കീഴ്ഘട്ടത്തിൽ കാണപ്പെടുന്നത് ഏതാണ് നിക്ഷേപണത്തിന്റെ ഫലമായിട്ടല്ലേ? പ്രളയ സമതലങ്ങളല്ലേ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അത് എന്തിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്? നിക്ഷേപണത്തിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നദിയുടെ അപരദനം എന്ന് പറയുന്ന ഹെഡിങ് ആയിട്ട് നോക്കാം കേട്ടോ. നോക്കിയേ, നദിയുടെ അപരദനം. ഒഴുക്കിന്റെ വേഗം, ഒഴുകുന്ന പ്രദേശത്തെ ചരിവ്, ശിലാഘടന എന്നിവ നദിയുടെ അപരദന തീവ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോ ചോദ്യം വരാം അല്ലെ? അതായത് PSC ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണ്? നദിയുടെ അപരദന തീവ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പെടാത്തതേത് അല്ലെങ്കിൽ പെടുന്നതേത്? അപ്പൊ ഈ 3 പോയിന്റ്സും പഠിച്ചു വെക്കാം. അപ്പൊ നദിയുടെ അപരദന തീവ്രത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അപരദനം എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് അല്ലെ, കൊണ്ടുപോകുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു തീവ്രത എന്ന് പറയുന്നത് 3 കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഉണ്ടാവുക. ഒന്ന്, ഒഴുക്കിന്റെ വേഗം അല്ലെ, നദി ഒഴുകുന്നതിന്റെ വേഗം, അതുപോലെ തന്നെ നദി ഒഴുകുന്ന പ്രദേശത്തിന്റെ ചരിവ്. ഓക്കെ, നദി ഒഴുകുന്ന പ്രദേശത്തിന്റെ ചരിവ്. പിന്നെ 3, ശിലാഘടന. ഓക്കെ, അപ്പൊ 3 കാര്യങ്ങളാണ് പ്രത്യേകം ഓർമ്മിച്ചു വെക്കുക നദിയുടെ അപരദന തീവ്രത. അത് നിങ്ങൾ ഇപ്പൊ വേണമെങ്കിൽ എന്താ ചെയ്യാം, ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുമ്പോ അത് നിങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാം, എന്നിട്ട് അതിന്റെ താഴെ ആൻസർ ആയിട്ട് എഴുതാം. ഓക്കെ, ഇത് വായിച്ചു പോകുന്നത് ഓക്കെ, നല്ലതാണ്. എന്നാലും എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് തന്നെ എന്തുണ്ടാക്കുക, നോട്ട്സ് ഉണ്ടാക്കാൻ നോക്കുക. നിങ്ങൾ തന്നെ നോട്ട്സ് ഉണ്ടാക്കിയിട്ട് അത് പഠിച്ചാല് മെമ്മറിയിൽ കൂടുതൽ എന്താ പറയാ, ഓർമ്മയിൽ നിൽക്കും നിങ്ങളുടെ കേട്ടോ. അപ്പൊ നദിയുടെ എന്താ പറയാ അപരദന തീവ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതുക. അതിന്റെ ഇടയിൽ എന്താണ്, താഴെയായിട്ട് 3 പോയിന്റ്സ് എഴുതാം. 1, ഒഴുക്കിന്റെ വേഗം. 2, ഒഴുകുന്ന പ്രദേശത്തെ ചരിവ്. 3, ശിലാഘടന. ഓക്കെ, ഇനി നോക്കിയേ, നദി ഒഴുക്കിക്കൊണ്ടു പോകുന്ന ചരൽ, മണൽ, ഉരുളൻ കല്ലുകൾ തുടങ്ങിയ ശിലാപദാർത്ഥങ്ങൾ അടിത്തട്ടിലും ഇരുവശങ്ങളിലുമുള്ള ശിലകളിൽ ഉരസുന്നതിനും തന്മൂലം പാറകൾക്ക് തേയ്മാനം ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. ഇപ്രകാരമുള്ള അപരദനത്തെ അപഘർഷണം എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഒഴുകുന്ന പ്രദേശത്തെ കഠിനശിലകളെ പോലും മിനുസപ്പെടുത്തുന്നതിന് ഈ പ്രവർത്തനത്തിലൂടെ നദികൾക്ക് സാധിക്കുന്നു. അപ്പൊ ഈ ഒരു പാരാഗ്രാഫിൽ പറയുന്നത് അപഘർഷണം എന്താണ് എന്നുള്ളതാണ്. അപരദനമല്ല, അപരദനം നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. അതല്ല, അപഘർഷണം എന്നാൽ എന്ത്? ഓക്കെ, അബ്രേഷൻ അല്ലെങ്കിൽ കൊറേഷൻ. അപഘർഷണം എന്നാൽ എന്ത്? അതായത് നദി എന്താണ് ഒഴുകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം ചരലും മണലും ഉരുളൻ കല്ലുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഒഴുക്കിക്കൊണ്ടു പോകുന്നുണ്ട്. ഇവയ്ക്ക് എന്താണ്, ശിലാപദാർത്ഥങ്ങളാണ് കേട്ടോ. ഓക്കെ, ഈ ചരലും അതുപോലെ തന്നെ മണലും ഉരുളം കല്ലുകൾ എന്നൊക്കെ പറയുന്നത് എന്ത് സാധനങ്ങളാണ്? അത് ശിലാപദാർത്ഥങ്ങളാണ്. അപ്പൊ എന്താണ്, ഈ ശിലാപദാർത്ഥങ്ങള് നദി ഒഴുക്കിക്കൊണ്ടു പോകുമ്പോ എന്ത് ചെയ്യുന്നുണ്ട്, അടിത്തട്ടില്, അതായത് നദി ഒഴുകുന്ന ആ അടിത്തട്ടിലും അതുപോലെ തന്നെ നദി ഒഴുകുന്നതിന്റെ ഇരുവശങ്ങളിലുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ശിലകള് ഉരുസുന്നതിനും എന്ത് ചെയ്യുന്നുണ്ട്, തന്മൂലം പാറകൾക്ക് തേയ്മാനം ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. അപ്പൊ എന്താണ്, ഈ ചരലും മണലും ഈ കല്ലുകളൊക്കെ ഒഴുക്കിക്കൊണ്ട് പോകുമ്പോൾ നദിയുടെ അടിത്തട്ടിലും നദി ഒഴുകുന്ന ഇരുവശങ്ങളിലുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പാറകൾ, അതായത് അവിടെയുള്ള ശിലകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉരസും അല്ലെ. ഈ സാധനങ്ങൾ, ഇത്രയും കട്ടിയുള്ള സാധനങ്ങളെല്ലാം ഒഴുകിക്കൊണ്ട് പോകുന്നേ. അപ്പൊ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും നദി ഒഴുകുന്നതിന്റെ അടിത്തട്ടിലായിട്ട് എന്തുണ്ട്, ധാരാളം എന്തുണ്ട്, ശിലകളുണ്ട്. അപ്പൊ എന്താണ്, ശിലകള് ഉരസുകയും അതുമൂലം എന്ത് ചെയ്യുന്നുണ്ട്, പാറകൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, തേയ്മാനം സംഭവിക്കുകയും ചെയ്യും. ഓക്കെ, ഇപ്രകാരമുള്ള അപരദനത്തെ, അപ്പൊ എന്താണ്, ഒഴുക്കിക്കൊണ്ടല്ലേ പോകുന്നത്. അപ്പൊ ഇപ്രകാരമുള്ള അപരദനത്തെ പറയുന്ന പേരാണ് അപഘർഷണം. ഓക്കെ, നിങ്ങൾ ഇത്ര മാത്രം ഓർത്തു വെച്ചാൽ മതി. ഇങ്ങനെ നദി എന്താണ്, ധാരാളം സാധനങ്ങൾ, ചരല് മണല് കല്ലുകളൊക്കെ ഒഴുക്കിക്കൊണ്ട് പോകുമ്പോ നദിയുടെ അടിത്തട്ടിലും നദിയുടെ ഇരുവശങ്ങളിലുമുള്ള ശിലകൾക്ക് എന്ത് ചെയ്യുന്നു, ശിലകൾക്ക് തേയ്മാനം സംഭവിക്കുന്നു. അപ്പൊ ഇതിനെ പറയുന്ന പേരാണെന്ത്, അപഘർഷണം എന്ന് പറയുന്നത്. തേയ്മാനം സംഭവിക്കുന്നതാണെന്ത്, അപഘർഷണം എന്ന് ഓർത്ത് ഇരിക്കാം. ഓക്കെ, ക്ലിയർ ആയോ? അപഘർഷണം എന്താണെന്ന് ക്ലിയർ ആയോ? ക്ലിയർ ആവാത്തവര് ചോദിക്കണം കേട്ടോ. ഓക്കെ,
ഇനി ഒഴുകുന്ന പ്രദേശത്തെ കഠിനശിലകളെ പോലും മിനുസപ്പെടുത്തുന്നതിന് ഈ പ്രവർത്തനത്തിലൂടെ നദികൾക്ക് സാധിക്കുന്നു. അപ്പൊ നദികൾ എന്താ ചെയ്യുന്നത്? നദികൾ എന്താ ഒരു ഇത് കൊടുക്കുകയാണല്ലേ, അവര് വലിയൊരു കാര്യമാണ് ചെയ്യണത്. കാരണം ഒഴുകുന്ന ആ നദി ഒഴുകുന്ന ആ ഒരു പ്രദേശത്ത് കഠിനശിലകൾ ഉണ്ടാവും അല്ലെ, ഭയങ്കര കഠിനമായിട്ടുള്ള ശിലകൾ ഉണ്ട്. അപ്പൊ കഠിനശിലകളും ഉണ്ട്, മൃദുശിലകളും ഉണ്ട്. അതിനകത്ത് കഠിനമായ ശിലകളെ പോലെ എന്ത് ചെയ്യുന്നുണ്ട്? മിനുസപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ എന്താണ്, നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പൊ കത്തി ഉണ്ടാവില്ലേ, കത്തി നമ്മൾ മൂർച്ച കൂട്ടാനായിട്ട് എന്ത് ചെയ്യും? നന്നായിട്ട് കല്ലിമിട്ട് ഇങ്ങനെ തേക്കില്ല. അപ്പൊ എന്താ ചെയ്യണേ? അത് കൂടുതൽ എന്താ, അതിന് കൂടുതൽ എന്താ ഉറപ്പ് കിട്ടുകയും ചെയ്യും, അതുപോലെ മിനുസമാകുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ നദികളും ചെയ്യുന്നത്. നദികള് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഒഴുക്കിക്കൊണ്ട് പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പ്രവർത്തനത്തിലൂടെ കഠിനശിലകളെ പോലും മൃദുവാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപകർഷണം എന്താണെന്ന്, അപ്പൊ അപരദനവും അപകർഷണവും മാറിപ്പോരുത്. തേയ്മാനം, ഒരിടത്തു നിന്ന് ഒരിടത്തേക്ക് കൊണ്ടുപോകുന്നത് അപരദനം, എന്നാല് ശിലകൾക്ക് തേയ്മാനം സംഭവിക്കുന്നതാണ് അപകർഷണം. ഓക്കെ, ഇനി നോക്കിയേ, അപ്പൊ ഇവിടെ 2 പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഞാൻ പറഞ്ഞു എന്താണ്, അടിത്തട്ടിലും ഇരുവശങ്ങളിലുള്ള ശിലകളിൽ ഉരസുന്നതിനും തന്മൂലം പാറകൾക്ക് തേയ്മാനം സംഭവിക്കുന്നു പറഞ്ഞല്ലേ. അടിത്തട്ടിലും ഉണ്ടാവുന്നുണ്ട്. നോക്കിയേ, അടിത്തട്ടിൽ അപരദനം ഉണ്ടാവുന്നുണ്ട്, വശങ്ങളിൽ അപരദനം ഉണ്ടാവുന്നുണ്ട്. നോക്കിയേ, അടിത്തട്ടിലെ പിക്ചർ ഇതേ നോക്കിയേ, 4.5 എന്ന് പറഞ്ഞിട്ട് 2 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അടിത്തട്ടിലെ അപരദനം കണ്ടോ, നദി ഒഴുകിക്കൊണ്ട് പോകുമ്പോൾ അടിത്തട്ടിൽ അപരദനം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ വശങ്ങളിലും അപരദനം ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. നദിയുടെ ഉപരിഘട്ടത്തിൽ അടിത്തട്ടിന്റെ അപരദനമാണ് ഏറെ സജീവമായി നടക്കുന്നത്. അപ്പോ ക്വസ്റ്റ്യൻ ചോദിക്കാം, അതൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അതായത് നദിയുടെ ഉപരിഘട്ടത്തിൽ അടിത്തട്ടിന്റെ അപരദനം ഏറ്റവും കൂടുതൽ നടക്കുന്നത് എവിടെയാണെന്ന് ചോദിക്കാം. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് എന്തായിരിക്കും? അടിത്തട്ടിലെ അപരദനം ഏറ്റവും കൂടുതൽ നടക്കുന്ന എവിടെയാ? ആൻസർ വരുന്ന എവിടെയാ? എന്താ? ഉപരിഘട്ടത്തില്. അതൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാം. നദിയുടെ അടിത്തട്ടിന്റെ അപരദനം ഏറ്റവും കൂടുതൽ നടക്കുന്നത് എവിടെ? ഉപരിഘട്ടം, മധ്യഘട്ടം, കീഴ്ഘട്ടം. ഓപ്ഷൻ തരണമെങ്കിൽ എന്താണ് ഉത്തരം വരിക? ഉപരിഘട്ടം. ഓക്കെ, അടിത്തട്ടിന്റെ അപരദനം. ഓക്കെ, ഇനി നോക്കിയേ, ഇനി അടുത്തത് നോക്കിയേ, നദീഭൂരൂപങ്ങളിലേക്ക്. ഇവിടെ ഒരു നീർച്ചാലിന്റെ പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നീർച്ചാല് കണ്ടോ, 4.6 നീർച്ചാലിന്റെ പടമാണ് കൊടുത്തത്. ശക്തിയായി ഒഴുകുന്ന വെള്ളത്തിന്റെ അപരദനത്തിലൂടെ രൂപപ്പെട്ട നീർച്ചാൽ കണ്ടില്ലേ എന്നാണ് ചോദിച്ചേക്കണത്. ഇതെന്താണ്? വെള്ളം ശക്തിയായിട്ട് ഒഴുകുമ്പോ എന്താണ്? അപരദനത്തിലൂടെ, അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് നദി കൊണ്ടുപോകുന്നത്. ആ ഒരു നദിയുടെ ഒഴുക്കിന്റെ ഫലമായിട്ട് നീർച്ചാലുകൾ രൂപപ്പെടും. അങ്ങനെയുള്ള ഒരു നീർച്ചാലാണ് ചിത്രത്തിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇവിടെ എന്താണ് നോക്കാം പോയിന്റ്. ഒഴുക്കിന്റെ വേഗം വർദ്ധിക്കുന്നതിനനുസരിച്ച് ശക്തമാകുന്ന അപരദന പ്രക്രിയയുടെ ഫലമായി നദികളുടെ ആഴം വർദ്ധിക്കുന്നു. അപ്പൊ എന്താ പറയുന്നേ? ഒഴുക്കിന്റെ വേഗം വർദ്ധിക്കുന്നതനുസരിച്ച്, നദി ഒഴുകുന്ന സ്പീഡ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യും? അപരദന പ്രക്രിയ ശക്തമാകും അല്ലെ. അതായത് നദി ഒഴുകുമ്പോ എന്താണ്? സ്പീഡിൽ ഒഴുകുമ്പോ എന്താണ്? ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത്, കൊണ്ടുപോകുന്ന ഒരു പ്രോസസ് എന്ന് പറയുന്നത് ശക്തമാകും. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ആഴം വർദ്ധിക്കും. ഓക്കെ, നദിയുടെ എന്ത് ചെയ്യുന്നുണ്ട്? ആഴം വർദ്ധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒന്ന് ഓർത്ത് വെക്കുക. ഫസ്റ്റ് പോയിന്റ് ഓർത്ത് വെക്കുക, ഒഴുക്കിന്റെ വേഗം വർദ്ധിക്കുന്നു, അതായത് നദിയുടെ വേഗം വർദ്ധിക്കുന്നതിനനുസരിച്ച് അപരദന പ്രക്രിയ സജീവമാകുന്നു. ഇതിന്റെ ഫലമായിട്ട് നദിക്ക് ആഴം വർദ്ധിക്കുന്നു. ഓക്കെ, ഇനി ഇങ്ങനെ ആഴം വർദ്ധിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. നദിയുടെ അടിത്തട്ടിൽ അപരദനം തീവ്രമാകുന്നതോടെ താഴ്വരകൾ പ്രത്യേക രൂപം കൈവരുന്നു. ഇത്തരത്തിൽ രൂപം കൊണ്ട ഒരു താഴ്വരയുടെ ആകൃതി ശ്രദ്ധിക്കൂ. ഇവ വിരൂപ താഴ്വരകൾ എന്നറിയപ്പെടുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒഴുക്കിന്റെ വേഗം ആദ്യം കൂടും, അതിനനുസരിച്ച് അപരദന പ്രക്രിയ ശക്തമാകും, അതുമൂലം നദികളുടെ ആഴം വർദ്ധിക്കുന്നു. പിന്നീട് എന്താ സംഭവിക്കുക? ഇതുമൂലം നദിയുടെ അടിത്തട്ടിൽ അപരദനം തീവ്രമാകും. അടിത്തട്ടിലാണ് അപരദനം തീവ്രമാകുന്നത്. ആഴം കൂടുന്നതോടെ അടിത്തട്ടില് അപരദനം തീവ്രമാകും. അപ്പൊ എന്താണ്? ഇങ്ങനെ ഒഴുകുന്ന സ്ഥലങ്ങൾ എന്താണ്? ആ താഴ്വരകൾക്ക് എന്താണ്? ഒരു പ്രത്യേക രൂപം കൈവരുന്നു കേട്ടോ. ആ ഒഴുകുന്ന താഴ്വരകൾക്ക്, നദി ഒഴുകുന്ന ആ ഒരു താഴ്വരകൾക്ക് പ്രത്യേക രൂപം കൈവരുന്നു. ഇത്തരത്തിലുള്ള താഴ്വരകളെയാണ് എന്ത് പറയുന്നത്? വിരൂപ താഴ്വരകൾ എന്ന് പറയുന്നത്. നോക്കിയേ, വിരൂപ താഴ്വരകളുടെ ഒരു ഫോട്ടോ ആണ് ഇവിടെ കൊടുത്തേക്കണം കേട്ടോ. ഇങ്ങനെ രൂപപ്പെട്ടതാണ് വിരൂപ താഴ്വരകൾ. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം.
ഒന്ന് വിരൂപ താഴ്വരകൾ എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് നോക്കാം. ഒഴുക്കിന്റെ വേഗം വർദ്ധിക്കുന്നതിനനുസരിച്ച് എന്താണ് അപരദന പ്രക്രിയ ശക്തമാകും. ഇതിന്റെ ഫലമായിട്ട് നദികളുടെ ആഴം വർദ്ധിക്കും. പിന്നീട് എന്ത് ചെയ്യും? ഈ നദികളുടെ ആഴം വർദ്ധിക്കുന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? നദിയുടെ അടിത്തട്ടിൽ എന്ത് ചെയ്യും? അപരദനം തീവ്രമാകും. അപ്പൊ എന്താണ്? നദികൾക്ക് അല്ലെങ്കിൽ ആ താഴ്വരകൾക്ക് ഒരു പ്രത്യേക രൂപം കൈവരുന്നു. ഇത്തരത്തിലുള്ള താഴ്വരയാണ് എന്ത് പറയുന്നത്? വിരൂപ താഴ്വരകൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലേ? ഓക്കെ, ഇത് നിങ്ങൾ പോയിന്റ് ചെയ്ത് വെക്കുന്നുണ്ടോ? ഞാൻ ഈ പറയുന്ന പോലെ ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞു ഒന്ന് എങ്ങനെ ഞാനിപ്പോ പറഞ്ഞത് അതുപോലെ ഒന്ന് പറയാം. കാരണം നിങ്ങൾ ഇന്ന് നിങ്ങൾ പഠിച്ചു, ഓക്കെ, സമ്മതിച്ചു. നിങ്ങൾക്ക് നാളെ അടുത്ത ആഴ്ച ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാകാം. പിന്നെ നിങ്ങളിത് വായിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടില്ല, എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പൊ ഈ പോയിന്റ് ആയിട്ട് എഴുതി വെച്ചാല് പെട്ടെന്ന് നിങ്ങൾക്ക് മെമ്മറിയിൽ നിൽക്കും. അപ്പൊ ഒന്ന് പറഞ്ഞ ആരെങ്കിലും ഒരാള് എങ്ങനെയാണ് ആ ഒരു ഘട്ടം, ആ ഒരു പ്രോസസ്സ് ഒന്ന് പോയിന്റ് ആയിട്ട് പറഞ്ഞേ. വിരൂപ താഴ്വരകൾ എങ്ങനെയാ കൈവരുന്നത്, ഉണ്ടാവുന്നേ? നദിയുടെ ഒഴുക്കിന്റെ വേഗം കൂടുന്നതിനനുസരിച്ച് അപരദന പ്രക്രിയ ശക്തമാകുകയും ഇതിന്റെ ഫലമായി നദിക്ക് ആഴം വർദ്ധിക്കുകയും ഇത് വിരൂപ താഴ്വര ഉണ്ടാകുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, മനസ്സിലായി. ഇത് നോക്കിയ ഒരു ചെറിയൊരു കോളം പോലെ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. നദിയുടെ അപരദന നിക്ഷേപണ ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങളെ നദീജന്യ ഭൂരൂപങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പൊ നദീജന്യ ഭൂരൂപങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്ത് പറയണം? നദിയുടെ അപരദന അല്ലെങ്കിൽ നിക്ഷേപണ ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങളെയാണ് നദീജന്യ ഭൂരൂപങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കാം. നദീജന്യ ഭൂരൂപങ്ങൾ എന്താണെന്ന് കേട്ടോ. ഓക്കെ, പറയാം. നദിയുടെ അപരദന നിക്ഷേപണ ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങളെ നദീജന്യ ഭൂരൂപങ്ങൾ എന്ന് വിളിക്കുന്നു. അതങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. എക്കോ ഉണ്ടോ? അതിപ്പോ അവര് ചോദിച്ചുകൊണ്ടാണ് എക്കോ വന്നിട്ട്. ഇപ്പൊ കുഴപ്പമില്ലല്ലോ, എക്കോ ഇല്ലല്ലോ? ഉണ്ടോ? പ്രശ്നമില്ല. നദീജന്യ ഭൂരൂപങ്ങൾ എന്താണെന്ന് ചോദിക്കാം. അപ്പൊ എന്താ പറയണ്ടേ? എന്താ പഠിച്ചു വെക്കണ്ടേ? നദിയുടെ അപരദന നിക്ഷേപണ ഫലം. അപരദനം എന്താ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. നിക്ഷേപണം എന്താ? ഒരു സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ഭൂരൂപങ്ങളുണ്ട്. ആ ഭൂരൂപങ്ങളെയാണ് എന്ത് പറയുന്നത്? നദീജന്യ ഭൂരൂപങ്ങൾ എന്ന് പറയുന്നത്. പല നദീജന്യ ഭൂരൂപങ്ങളും ഉണ്ട്, നമ്മൾ ഇനി പഠിക്കും. ഇനിയുള്ള പിക്ചേഴ്സിലൊക്കെ നിങ്ങൾക്ക് കാണാം ഏതൊക്കെയാണ് നദീജന്യ ഭൂരൂപങ്ങൾ കേട്ടോ. അപ്പൊ അപരദനത്തിന്റെയും ക്ലിയർ ആയിട്ട് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. അപരദനത്തിന്റെയും നിക്ഷേപണത്തിന്റെയും ഫലമായിട്ടുണ്ടാകുന്ന ഭൂരൂപങ്ങളെയാണ് നദീജന്യ ഭൂരൂപങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഒരു വെള്ളച്ചാട്ടത്തിന്റെ ചിത്രമാണ് ഇവിടെ തന്നേക്കണം കേട്ടോ. 4.8 ഒരു വെള്ളച്ചാട്ടം കൊടുത്തിട്ടുണ്ട്. നദിയുടെ അപരദന ഫലമായി സാധാരണയായി ഉപരിഘട്ടത്തിലാണ് വെള്ളച്ചാട്ടങ്ങൾ രൂപം കൊള്ളുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഉപരിഘട്ടത്തിൽ അല്ലെ, ഏറ്റവും മുകളിലത്തെ ഫസ്റ്റത്തെ ഘട്ടത്തിലാണ് എന്തുള്ളത്? വെള്ളച്ചാട്ടങ്ങളുള്ളത് അല്ലെ. കുത്തനെയുള്ള നദിയുടെ ഒഴുക്കാണ് ഉപരിഘട്ടത്തിൽ നാം കാണുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടങ്ങള് കുത്തനെയാണല്ലേ ഒഴുകുന്നത്. അപ്പൊ വെള്ളച്ചാട്ടം കാണപ്പെടുന്ന ഘട്ടം ഏതാണെന്ന് ചോദിച്ചാല് അത് ഉപരിഘട്ടത്തിലാണ്. അപ്പൊ ഇവിടെ പറയുന്നത് സാധാരണയായി ഉപരിഘട്ടത്തിലാണ് വെള്ളച്ചാട്ടങ്ങൾ രൂപം കൊള്ളുന്നത്. കഠിനവും മൃദുവുമായ ശിലകൾ ഇടകലർന്ന് കാണപ്പെടുന്ന താഴ്വരകളിൽ മൃദുശിലകൾ കൂടുതൽ അപരദന വിധേയമാകുന്നു. ഇത് വെള്ളച്ചാട്ടം രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. അപ്പൊ എന്താണ്? താഴ്വരകൾ, അതായത് ഈ ഒരു ഉപരിഘട്ടത്തിൽ നിന്ന് പറയുന്നത് എന്താണ്? കഠിനവും മൃദുവുമായ ശിലകൾ ഇടകലർന്ന് കാണപ്പെടുന്നു. ഞാൻ പറഞ്ഞു കഠിന ശിലകളുണ്ട്, മൃദുശിലകളും ഉണ്ട്. അപ്പൊ എന്താണ്? ഈ ഒരു ഘട്ടത്തിൽ എന്താണ്? കഠിനവും ഉണ്ട്, അതുപോലെ മൃദുവുമായിട്ടുള്ള ധാരാളം ശിലകളുണ്ട്. അപ്പോ വെള്ളച്ചാട്ടങ്ങള് മെയിൻ ആയിട്ട് ഉപരിഘട്ടത്തിൽ വെള്ളച്ചാട്ടങ്ങളാണ് ഉള്ളത്. അപ്പൊ ഈ വെള്ളച്ചാട്ടങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നത് എന്താണെന്ന് ചോദിച്ചാല് അത് എന്താണ്? മൃദുശിലകൾ എന്താണ്? കൂടുതൽ അപരദന വിധേയമാകുന്നു. മൃദുശിലകളാണ് എന്ത് ചെയ്യുന്നത്? കൂടുതൽ അപരദന വിധേയമാകുന്നത്. അതുകൊണ്ടാണ് വെള്ളച്ചാട്ടങ്ങള് രൂപം കൊള്ളുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ വരാം, എന്താണ്? വെള്ളച്ചാട്ടങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്ന ഘടകം ഏതാണ്? അപ്പൊ അതിന്റെ ആൻസർ എന്താ? നിങ്ങൾ പറയാ. ആൻസർ എന്താ പറയാ? മൃദുശിലകൾക്കുള്ള അപരദനം.
മൃദുശിലകളുടെ അപരദനമാണ് വെള്ളച്ചാട്ടത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്നത് കേട്ടാ. അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതി വെക്കാം. വെള്ളച്ചാട്ടങ്ങൾ രൂപം കൊള്ളുന്നതിന് പ്രധാന കാരണം എന്ന് ക്വസ്റ്റ്യൻ എഴുതാം. അതിന്റെ ആൻസർ ആയിട്ട് എന്ത് എഴുതും? മൃദുശിലകൾ അപരദന വിധേയമാകുന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത്, ഉപരിഘട്ടം പിന്നിടുന്നതോടെ നദിയുടെ അടിത്തട്ടിലേക്കുള്ള അപരദന തോത് കുറയുന്നു, എന്നാൽ വശങ്ങളിലേക്കുള്ള അപരദനം ശക്തമാകുന്നു. ഞാൻ നേരത്തെ 2 പിക്ചർ കാണിച്ചല്ലേ, അടിത്തട്ടിലുള്ള അപരദനം കാണിച്ചു, വശങ്ങളിലുള്ള അപരദനവും കാണിച്ചു. അപ്പൊ ഉപരിഘട്ടം പിന്നിടുന്നതോടെ എന്താ സംഭവിക്കുന്നേ? നദിയുടെ അടിത്തട്ടിലേക്കുള്ള അപരദന തോത് കുറയുന്നു. അതായത് ആ ഒരു എന്താ പറയാ, ഉപരിഘട്ടത്തിലാണ് നദിയുടെ അടിത്തട്ടിൽ എന്തുണ്ടാവുന്നേ? അപരദന പ്രക്രിയ കൂടുതലായിട്ട് സജീവമായിട്ട് നടക്കുന്നത്. എന്നാല് ആ ഒരു ഉപരിഘട്ടം പിന്നിടുന്നതോടെ മധ്യഘട്ടത്തിലേക്ക് കടക്കാൻ ആരംഭിക്കുന്നതോടെ എന്ത് ചെയ്യുന്നുണ്ട്? ആ അടിത്തട്ടിലുള്ള ആ അപരദനത്തിന്റെ തോത് കുറഞ്ഞിട്ട് എന്താണ്? വശങ്ങളിലേക്കുള്ള അപരദനമാണ് പിന്നീട് നദിക്ക് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പൊ അത് പ്രത്യേകം ഓർമ്മിച്ചു വെക്കുക. ഉപരിഘട്ടത്തിലാണ് അടിത്തട്ടിലെ അപരദനം, പോയിന്റ് ചെയ്ത് വെക്കാട്ട് എഴുതാനുള്ളവർ എഴുതി വെക്കുക. ഉപരിഘട്ടത്തിലാണ് അടിത്തട്ടിലെ അപരദനം സജീവമാകുന്നത്. ഉപരിഘട്ടം പിന്നിടുന്നതോടെ വശങ്ങളിലേക്കുള്ള അപരദനമാണ് കൂടുതൽ നടക്കുന്നത്. ഓക്കെ, അത് 2 പോയിന്റ് ആണ് കേട്ടോ. മെയിനായിട്ടുള്ള പോയിന്റ് തന്നെയാണ് അത് കേട്ടോ. ഇനി താരതമ്യേന ചരിവ് കുറഞ്ഞ പ്രദേശത്തു കൂടി പോകുന്ന നദിയുടെ ഒഴുക്കിനെ അവസാദങ്ങളോ ശിലാരൂപങ്ങളോ തടസ്സപ്പെടുത്തുമ്പോൾ നദി വളഞ്ഞൊഴുകുന്നു. ഇത്തരത്തിൽ വളഞ്ഞൊഴുകുന്ന ഒരു നദീഭാഗമാണ് ചിത്രത്തിൽ. നോക്കിയേ, ഒരു വളഞ്ഞൊഴുകുന്ന ഒരു നദിയുടെ ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലെ, ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഉപരിഘട്ടമൊക്കെ പിന്നിടുന്നതോടുകൂടി എന്താണ് നമ്മ പറഞ്ഞു, മധ്യഘട്ടത്തിൽ എന്താണ്? താരതമ്യേന ചരിവ് കുറഞ്ഞ പ്രദേശത്തു കൂടിയാണല്ലേ നദി ഒഴുകുന്നത്. അങ്ങനെ നദി ഇങ്ങനെ ഒഴുകി പോകുമ്പോഴെന്താണ് അതായത് കുറെ അവസാദങ്ങളും അതുപോലെ തന്നെ ശിലാരൂപങ്ങളൊക്കെ എന്താണ് വഹിച്ചുകൊണ്ടാണ് ഈ നദി ഒഴുകുന്നത്. ഇങ്ങനെ ഒഴുകുമ്പോൾ ഈ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കൂടെ, അതായത് നദിയുടെ കൂടെയുള്ള അവസാദങ്ങളോ അല്ലെങ്കിൽ ശിലാരൂപങ്ങളോ എന്ത് ചെയ്യുന്നുണ്ട്? നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു, ഭാരമുള്ള സാധനമുള്ള ഭയങ്കര വെയിറ്റും കൊണ്ടാണ് ഈ നദി പോകുന്നത്. അപ്പൊ എന്താണ്? ഇടയ്ക്ക് വെച്ച് എന്ത് ചെയ്യാം? ചരിവ് കുറഞ്ഞ പ്രദേശത്തു കൂടിയാണ് നദി ഒഴുകുന്നതെങ്കിൽ ഇടയ്ക്ക് വെച്ച് എന്ത് ചെയ്യാം? ഈ അവസാദങ്ങളും അതുപോലെ തന്നെ ഈ ശിലാരൂപങ്ങളും നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്താം. അപ്പൊ എന്ത് ചെയ്യുന്നു? അങ്ങനെ തടസ്സപ്പെടുത്തുമ്പോൾ നദി എന്ത് ചെയ്യുന്നു? വളഞ്ഞൊഴുകാനായിട്ട് ആരംഭിക്കുന്നു. അപ്പോഴാണ് നദിയെ പ്രത്യേകം ഓർമ്മിച്ചു വെക്കുക. നദി നേർഗതിയിൽ പോകുന്ന ഒരു നദി എന്താണ്? വളഞ്ഞൊഴുകാൻ ആയിട്ട് ആരംഭിക്കുന്നത് അതുകൊണ്ട് പോകുന്ന അവസാദങ്ങളോ അല്ലെങ്കിൽ ശിലാരൂപങ്ങളോ അതിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുമ്പോഴാണ്. അപ്പോഴാണ് നദി വളഞ്ഞ് ഒഴുകുന്നത്. ഇത്തരത്തിൽ വളഞ്ഞൊഴുകുന്ന ഒരു നദീഭാഗമാണ് ചിത്രത്തിൽ. കണ്ടോ? അതായത് നേരെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു നദി അതിന്റെ അവസാദങ്ങൾ മൂലം എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങനെ അതിന്റെ ഒരു ഒഴുക്കിനെ തടസ്സപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വളഞ്ഞൊഴുകാനായിട്ട് ആരംഭിക്കുന്നു. ഇനി നദീമാർഗത്തിൽ കാണപ്പെടുന്ന ഇത്തരം വളവുകളെ വലയങ്ങൾ അഥവാ മിയാൻഡറുകൾ എന്ന് പറയുന്നു. അപ്പൊ എന്താണ്? പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ വലിയ സംഭവമാണെന്ന്. വേറെ ഒന്നുമല്ല, നേർഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നദിയെ അതിൽ വഹിച്ചുകൊണ്ടു പോകുന്ന അവസാദങ്ങളോ അല്ലെങ്കിൽ ശിലാരൂപങ്ങളോ തടസ്സപ്പെടുത്തുമ്പോൾ ആ നദി സ്വാഭാവികമായിട്ട് വളഞ്ഞൊഴുകാനായിട്ട് ആരംഭിക്കുന്നു. ഇത്തരം വളവുകളെയാണ് എന്ത് പറയുന്നത്? മിയാൻഡറുകൾ അഥവാ വലയങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ വലിയ നദികളുടെ മധ്യഘട്ടത്തിലും കീഴ്ഘട്ടത്തിലും മിയാൻഡറുകൾ രൂപം കൊള്ളാറുണ്ട്. ഓക്കെ, അപ്പൊ വലിയ നദി എന്ന് എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അതായത് വലിയ നദികൾക്കാണ് കൂടുതൽ ഇങ്ങനെ ഉണ്ടാവുന്നത്. വലിയ നദികളുടെ മധ്യഘട്ടത്തിലും അതുപോലെ തന്നെ കീഴ്ഘട്ടത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? മിയാൻഡറുകള് രൂപപ്പെടാറുണ്ട്. അപ്പൊ ഉപരിഘട്ടത്തിൽ ഒരിക്കലും രൂപപ്പെടുന്നില്ല. കാരണം എന്താണ്? ഉപരിഘട്ടത്തിൽ എപ്പോഴും കുത്തനെയാണല്ലോ നദി ഒഴുകുന്നത്. നേർഗതിയിലൂടെ സഞ്ചരിക്കുന്നത് എപ്പോഴും മധ്യഘട്ടത്തിലും കീഴ്ഘട്ടത്തിലും വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോ മിയാൻഡറുകൾ ഈ ഒരു 2 ഘട്ടത്തിലുമാണ് രൂപം കൊള്ളുന്നത്. അപ്പൊ ഒന്ന് പറഞ്ഞേ, എന്താണ് മിയാൻഡറുകൾ അഥവാ വലയങ്ങള്? ഒന്ന് പറഞ്ഞ ആരെങ്കിലും ഒരാള്? ശിലാരൂപങ്ങളും അവസാദങ്ങളും നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുമ്പോൾ നദി വളഞ്ഞൊഴുകാൻ കാരണമാകുന്നു. ഇത്തരം
ആ. വളവുകൾ സംഭവിക്കുന്നതിനെയാണ് മിയാൻഡറുകൾ അഥവാ വളയങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? മിയാൻഡറുകൾ എന്താ, വലയങ്ങൾ എന്താണെന്ന് മനസ്സിലായില്ലേ? മനസ്സിലാവാത്തതുണ്ടോ ആർക്കെങ്കിലും? ഒന്നുകൂടെ പറയാമോ? ഇത് മധ്യഘട്ടത്തിലും കീഴ്ഘട്ടത്തിലാണ് ഒന്നുകൂടി പറയണോ അല്ലെ? ഓക്കെ, ഒന്നും കൂടി പറയാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഉപരിഘട്ടത്തിൽ വെച്ചിട്ടാണ് കുത്തനെയുള്ള നദിയുടെ ഒഴുക്ക് നമ്മൾ കാണുന്നത് അല്ലെ. കുത്തനെയാണ് നദി ഒഴുകി വരുന്നത്, അപരദന തീവ്രത കൂടുതലായിരിക്കും. എന്നാൽ അതിനുശേഷം നദി ഒഴുകുന്നത് നേർഘട്ടത്തിൽ, അതായത് നേരെ സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. നദിയുടെ ഒഴുക്ക് നമ്മൾ കണ്ടിട്ടില്ലേ പടത്തിലൊക്കെ. അപ്പൊ നേരെയാണ് സഞ്ചരിക്കുന്നത്, അതും ചരിവ് കുറഞ്ഞ പ്രദേശത്ത് കൂടിയാണ് നദി ഒഴുകുന്നത്. അപ്പൊ ഇങ്ങനെ ഒഴുകിക്കൊണ്ട് വരുമ്പോഴെന്താണ്, അപരദന പ്രക്രിയ ഇവിടെ നടക്കുന്നില്ലേ. അതായത് ധാരാളം എക്കലുകൾ ഉണ്ട്, അവസാദങ്ങള്, ശിലാരൂപങ്ങളൊക്കെ വഹിച്ചുകൊണ്ടാണ് നദി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്തുള്ള ഈ അവസാദങ്ങളോ അല്ലെങ്കിൽ ശിലാരൂപങ്ങളോ എന്ത് ചെയ്യും, നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും. ഇങ്ങനെ നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി കഴിഞ്ഞാല് നേർഗതിയിൽ സഞ്ചരിക്കുന്ന നദി എന്ത് ചെയ്യും, അതിന്റെ ഭാരം കൊണ്ട് എന്ത് ചെയ്യും, വളഞ്ഞു പുളഞ്ഞ് ഒഴുകാനായിട്ട് ആരംഭിക്കും. അങ്ങനെ വളയുന്ന അല്ലെങ്കിൽ അതായത് വളഞ്ഞൊഴുകുന്ന ആ ഒരു നദിയുടെ രൂപമാണ് എന്ത് പറയുന്നത്, വലയങ്ങൾ അഥവാ മിയാൻഡറുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ? മിസ് വലയങ്ങളാണോ വളയങ്ങളാണോ? വലയങ്ങളല്ലേ, വലയങ്ങളാണ്, വലയങ്ങൾ കേട്ടോ, വലയങ്ങൾ അഥവാ മിയാൻഡറുകൾ. ഓക്കെ, വളയങ്ങളല്ല കേട്ടോ, വലയങ്ങൾ. പിന്നെ 2 പോയിന്റ് പറഞ്ഞു, വലിയ നദികളുടെ മധ്യഘട്ടത്തിലും കീഴ്ഘട്ടത്തിലുമാണ് ഇത്തരത്തിലുള്ള മിയാൻഡറുകൾ, ഈ വലയങ്ങള് രൂപം കൊള്ളുന്നത്. വലയങ്ങളുടെ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നേരെ നേരെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയാണെങ്കിൽ എന്താണ്, ഒരു സ്ഥലത്ത് വെച്ചിട്ട് അത് വളയാനായിട്ട് ആരംഭിക്കും, അതിന്റെ ഭാരം മൂലം. ഓക്കെ മാം, ബുക്കില് വളയങ്ങൾ എന്നല്ലേ കാണിച്ചിട്ടുള്ളത്? വലയങ്ങൾ നാളിവിടെ കാണിച്ചേക്കണേ ഇതിനകത്ത്. വലയങ്ങള് നേരത്തെ മാം വളയങ്ങൾ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. വളയങ്ങൾ എന്നാണോ പറഞ്ഞേ? വലയങ്ങളാണ് കേട്ടോ, വലയങ്ങൾ കേട്ടോ. ഇനി അടുത്ത നോക്കിയേ, തുടർന്നുള്ള അപരദന നിക്ഷേപണ പ്രവർത്തനങ്ങളുടെ ഫലമായി വലയങ്ങൾക്ക് ഉണ്ടാകുന്ന രൂപമാറ്റം ശ്രദ്ധിക്കൂ. 4.10 പറഞ്ഞിട്ടുണ്ട്. ഒരു 3 പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, 3 പിക്ചർ കൊടുത്തിട്ടുണ്ട്. തുടർച്ചയായ അപരദന നിക്ഷേപണ പ്രക്രിയയിലൂടെ വലയങ്ങൾ കൂടുതൽ വളയുകയും തുടർന്ന് നദി നേർഗതി സ്വീകരിക്കുകയും ചെയ്യുന്നു. വളഞ്ഞൊഴുകിയ ഭാഗം നിക്ഷേപണത്തിലൂടെ നദിയുടെ പ്രധാന ഭാഗത്തു നിന്ന് വേർപെട്ട് ഒറ്റപ്പെട്ട തടാകങ്ങൾ രൂപപ്പെടുന്നു. ഈ നദിയിൽ നിന്ന് വേറിട്ട് കാണുന്ന ഇത്തരം തടാകങ്ങളെ ഓക്സ്ബോ തടാകങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താ പറയുന്നേ, ഓക്സ്ബോ തടാകങ്ങളാണ് കേട്ടോ. ഒന്ന് പറഞ്ഞു തരാം എന്താണെന്നൊക്കെ. അതായത് ഞാൻ ഇപ്പൊ പറഞ്ഞ എന്താണ്, മിയാൻഡറുകൾ രൂപപ്പെട്ടു അല്ലെ, വളഞ്ഞൊഴുകുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, വലയങ്ങൾ അഥവാ മിയാൻഡറുകൾ രൂപപ്പെട്ടു. ഇതിന്റെ ഫലമായിട്ട്, അതായത് ഈ നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, ഇതിനെന്താണ്, ഒരു സ്റ്റോപ്പില്ലല്ലേ, അതായത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, ഇതിന് കണ്ടിന്യൂഷൻ ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ്, ഈ അപരദനവും നടക്കുന്നുണ്ട്. നദി ഒഴുകുമ്പോൾ അതിന്റെ കൂടെ അപരദനം നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ നിക്ഷേപണവും നടക്കുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയയാണ്, ഒരു പ്രോസസ്സാണ്. ഇതിന്റെ ഫലമായിട്ട്, അതായത് ഈ തുടർച്ചയായിട്ട് അപരദനവും നിക്ഷേപണവും ഈ നദിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഫലമായിട്ട് വലയങ്ങൾക്ക് ഉണ്ടാകുന്ന രൂപമാറ്റം ശ്രദ്ധിച്ചു. അതായത് ഒരു 3 പിക്ചർ കണ്ടു നിങ്ങൾ അവിടെ, 3 പിക്ചർ കണ്ടില്ലേ? കണ്ടില്ലേ? അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു മിയാൻഡറുകൾ അഥവാ വലയങ്ങൾ എന്താണെന്ന് പറഞ്ഞു. അതിന്റെ കൂടെ തന്നെ പിന്നീട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ, അതായത് നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, ഇതിന് അവസാനമില്ല. അതിലൂടെ തന്നെ എന്താണ്, അപരദനവും നടക്കുന്നുണ്ട്, നിക്ഷേപണ പ്രക്രിയയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോ എന്താണ്, ഈ വലയങ്ങൾ എന്താണ്, കൂടുതൽ എന്താണ്, വളയും. ഓക്കെ, ഈ വലയങ്ങള് കൂടുതലായിട്ട് എന്ത് ചെയ്യും, വളയും. ഇങ്ങനെ വളയുമ്പോ എന്താണ്, ആ ഒരു വളഞ്ഞൊഴുകിയ ഭാഗം, ആ ഒരു പ്രത്യേകമായിട്ട് ആ ഒരു എന്താണ്, ഒരു പ്രത്യേകം ഒരു ഭാഗത്തിന് എന്താണ്, ഇപ്പൊ ഇവിടെ നോക്കി നിങ്ങള്, ഈ ഒരു ഷേപ്പ് കണ്ടോ, ഇതിങ്ങനെ ഒരു ഷേപ്പ് കണ്ടോ,
പോയിന്റ് ആയിട്ട് ഇതാക്കണില്ലേ? ഇങ്ങനെ പ്രത്യേകമായിട്ട് ഇതിങ്ങനെ വളഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ഞാൻ പിക്ചർ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ, ശ്രദ്ധിച്ചിരുന്നോളൂ. അതായത് നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, ഇതിന്റെ കൂട്ടത്തിൽ അപരദനവും നിക്ഷേപണവും ഒക്കെ ഇങ്ങനെ ഓരോ മിനിറ്റിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഫലമായിട്ട് ഈ വലയം എന്ന് പറയുന്ന സാധനം കൂടുതലായിട്ട് ഒന്നും കൂടി വളയും. പിന്നെ ഈ ഒരു ഭാഗം, ഈ വളഞ്ഞിരിക്കുന്ന ഈ ഒരു ഭാഗം ഈ നദിയുടെ ഈ ഭാഗത്ത് നിന്ന് വേർപെട്ട് പോകും, യു ഷേപ്പില് വേർപെട്ട് പോകും. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഓക്സ്ബോ തടാകം എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ? 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 ഒന്നും കൂടി പറയണോ? ഒന്നും കൂടി പറഞ്ഞു തരാം. അതായത് നദി നേർഗതി സ്വീകരിച്ചു ഒഴുകുമ്പോൾ അവസാദങ്ങളുടെ ഇതിന്റെ ഫലമായിട്ട് നദി വളഞ്ഞൊഴുകാൻ ആരംഭിക്കുന്നു. അതിനെയാണ് പറയുന്നത് മിയാൻഡറുകൾ അഥവാ വലയങ്ങള്. അപ്പൊ നദി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണത്. അതിന്റെ കൂടെ എന്താണ്? നിക്ഷേപണവും അതുപോലെ അപരദനവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അപരദനത്തിന്റെയും നിക്ഷേപണത്തിന്റെയും ഫലമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ് ആണല്ലോ. അതിന്റെ ഫലമായിട്ട് ഈ വലയങ്ങൾ എന്ത് ചെയ്യും? കൂടുതലായിട്ട് വളയും. ഓക്കെ, ഇങ്ങനെ കൂടുതലായിട്ട് വളയുമ്പോ എന്ത് ചെയ്യും? വളഞ്ഞൊഴുകിയ ഭാഗം നിക്ഷേപണത്തിലൂടെ നദിയുടെ പ്രധാന ഭാഗത്ത് നിന്ന് വിട്ടു നിൽക്കും. ഓക്കെ, നദിയുടെ പ്രധാന ഭാഗത്ത് നിന്ന് വിട്ടു നിൽക്കും. പിന്നെന്താണ്? നദി നേരെ ഒഴുകാനായിട്ട് ആരംഭിക്കും. പക്ഷെ ആ വളഞ്ഞൊഴുകിയ ആ ഒരു മിയാൻഡർ, ആ ഒരു വലയം എന്ന് പറയുന്നത് നദിയുടെ ആ നദീമുഖത്ത് നിന്ന് വേർപെട്ട് പോകും. ഓക്കെ, അപ്പൊ പ്രത്യേകമായിട്ട് ഒരു യു ഷേപ്പില് അതവിടെ മാറി നിപ്പുണ്ടാകും. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഓക്സ്ബോ തടാകം എന്ന് പറയുന്നത്. പിന്നീട് അതൊരു തടാകമായിട്ട് രൂപാന്തരപ്പെടും. ആ വലയം അഥവാ മിയാൻഡർ എന്ന് പറയുന്നത് ഒരു തടാകമായിട്ട് രൂപപ്പെടും. അതിനെയാണ് ഓക്സ്ബോ തടാകം എന്ന് പറയുന്നത്. നോക്കിയേ, ഈ മൂന്നാമത്തെ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം. ആദ്യത്തെ പിക്ചർ കണ്ടോ? അപരദനം നിക്ഷേപണം നടന്നിട്ട് എന്താണ്? നദി എന്താണ്? വളഞ്ഞ് കണ്ടോ? വലയമായിട്ട് രൂപാന്തരപ്പെട്ടു. പിന്നെ നിക്ഷേപണത്തിന്റെയും അപരദനത്തിന്റെയും ഫലമായിട്ട് കൂടുതൽ വളഞ്ഞു. പിന്നീട് നോക്കിയേ, ഇങ്ങനെ വളഞ്ഞതിന് ശേഷം എന്താ ഉണ്ടാവണേ? ഈ നേർഗതിയിലുള്ള നദിയിൽ നിന്ന് ഈ ഒരു ഭാഗം റാ പോലെ വിട്ടുമാറി. ഈ ഒരു ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത്? ഓക്സ്ബോ തടാകം എന്ന് പറയുന്നത്. പിന്നീട് നദി അതിന്റെ നേരെയുള്ള ദിശയിലേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഭാഗത്തിനെ വിട്ടിട്ട് നേരെയുള്ള ദിശയിലേക്ക് ഒഴുകുന്നു. പിന്നീട് ആ ഒരു ഓക്സ്ബോ തടാകം അവിടെ രൂപപ്പെടുന്നു. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? ആയി. ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞോ, മറ്റേ എന്താ പറഞ്ഞ പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങക്ക് തടാകങ്ങളുടെ ക്ലാസ്സിൽ എടുത്തിട്ടില്ല. സോറി, വേറെ കുട്ടികൾക്കാണ് എടുത്തത്. കൻവർ തടാകം, ഓക്സ്ബോ തടാകം കിട്ടില്ല. കൻവർ ആണോ? കൻവർ അറിയാമോ? ഇല്ല. ഇന്ത്യയിലെ ഓക്സ്ബോ തടാകമാണ് ഏറ്റവും വലുത്. കൻവർ തടാകം കൻവർ ലേക്ക് എന്നാ പറയുന്നത്. ആ കൻവർ ലേക്ക് ഒരു ഓക്സ്ബോ തടാകമാണ്, ബീഹാറിലാണ്. അത് ഗണ്ഡക് നദിയുടെ ഒഴുക്കിന്റെ ഫലമായി രൂപപ്പെട്ട ഓക്സ്ബോ തടാകമാണ്. ഗണ്ഡക് നദി ഏതിന്റെ പോഷക നദിയാണ്? ഗണ്ഡക് മറന്നുപോയോ? ഗണ്ഡക്, ഗാഗ്ര, കോസ്, ഗംഗാനദി. ഗംഗാ നദിയുടെ പോഷക നദിയാണ് ഗണ്ഡക്. ഗണ്ഡക് നദിയുടെ ഒഴുക്കിന്റെ ഫലമായിട്ട് രൂപപ്പെട്ട ഓക്സ്ബോ തടാകമാണ് കൻവർ ലേക്ക് എന്ന് പറയുന്നത് കേട്ടോ. അതൊരു ഓക്സ്ബോ ലേക്കാണ് ഇന്ത്യയിലെ. പിന്നെ നമ്മുടെ കേരളത്തിൽ ഒരു ഓക്സ്ബോ തടാകം ഉണ്ട്. അതെവിടെയാണെന്ന് അറിയാമോ? കേരളത്തില് വൈന്തല ചാലക്കുടി പുഴയിലാണ്, വൈന്തലയിലാണ് കേരളത്തിലെ ഒരു ഓക്സ്ബോ തടാകം ഉള്ളത്. അതായത് ഈ നദികളുടെ ഒഴുക്കിന്റെ ഫലമായിട്ട് നദി നേർഗതിയിലുണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദി ഈ അവസാദങ്ങളുടെ ഒക്കെ ഫലമായിട്ട് വളഞ്ഞൊഴുകുകയും ആ വളഞ്ഞൊഴുകുന്ന ഭാഗം എന്ത് ചെയ്യുന്നു? പിന്നീട് ഒരു ഭാഗമായിട്ട് യു ഷേപ്പിൽ രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. അതിനെയാണ് ഓക്സ്ബോ തടാകം എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടോ? നല്ലൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഇവിടെ. കണ്ടോ? ക്ലിയർ അല്ലേ? ഇവിടെ ഒരു പിക്ചർ കൊടുക്കുന്നു 4.11. നോക്കിയേ, ഓക്സ്ബോ തടാകം കണ്ടില്ലേ? നല്ല ഭംഗിയിലിരിക്കുന്നേ.
വേണ്ട അത് ഇങ്ങനെ നദികളുടെ ഇത് കൊണ്ട് രൂപപ്പെട്ട് വന്നേക്കുന്നതാണ് കേട്ടോ. അപ്പൊ നോക്കിയേ, നദി ഇതിന്റെ നേരെ ഒഴുകി പോകുന്നുണ്ട്, പക്ഷെ നോക്കി അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഇവിടെ ഒരു തടാകം രൂപപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഓക്സ്ബോ തടാകങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് പഠിച്ചു കേട്ടോ. വലയങ്ങളിൽ നിന്നാണ് ഓക്സ്ബോ തടാകങ്ങൾ രൂപപ്പെടുന്നത്. ഇനി നോക്കിയേ, പ്രളയ സമതലങ്ങള് മനുഷ്യന് ഗുണമോ എന്നാണ് ചോദിച്ചേക്കണേ. മഴക്കാലത്ത് നദികൾ കര കവിഞ്ഞൊഴുകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? അതെ, നമ്മളിപ്പോ എപ്പോഴും കാണാറുണ്ട് അല്ലെ? എല്ലാ സീസണിലും, മഴ സീസണിലും നമ്മൾ കാണാറുണ്ട് മഴക്കാലത്ത് നദികൾ കര കവിഞ്ഞൊഴുകും. അപ്പോ നദി ഒഴുകുന്ന ചാലിന്റെ ഇരുകരകളിലേക്കും ഏറെ ദൂരത്തോളം പ്രളയജലം എത്തുന്നു. എന്താണ്? നദി ഒഴുകുന്ന ഒരു ചാലുണ്ട് അല്ലെ? നദി ഒഴുകുന്ന ഒരു ചാലുണ്ട്, അതിന്റെ ഇരുകരകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പ്രളയജലം എത്തുന്നുണ്ട്. ഇങ്ങനെ പ്രളയബാധിതമാകുന്ന ഇരുകരകളിലും എക്കൽ നിക്ഷേപിച്ച് സമതലങ്ങൾ രൂപപ്പെടുന്നു. അപ്പൊ എന്താണ് സമതലങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെയാണ്? നദി ഒഴുകുന്ന ചാലിന്റെ ഇരുകരകളിലേക്ക്, നിങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്യാട്ടോ, നദി ഒഴുകുന്ന ചാലിന്റെ ഇരുകരകളിലേക്കും ഏറെ ദൂരത്തോളം പ്രളയജലം എത്തുന്നു. ധാരാളം വെള്ളം എത്തുന്നില്ലേ മഴ പെയ്യുമ്പോ? അപ്പൊ ഇങ്ങനെ പ്രളയബാധിതമാകുന്ന ഇരുകരകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? എക്കലുകള് നിക്ഷേപിക്കും. അങ്ങനെയാണ് സമതലങ്ങള് രൂപപ്പെടുന്നത്. അപ്പൊ ഇത്തരം സമതലങ്ങളെ പറയുന്ന പേരാണ് പ്രളയ സമതലങ്ങൾ. ഓക്കെ, ഇനി ലോകപ്രശസ്തമായ പല നദീതട സംസ്കാരങ്ങളും ഉടലെടുത്തത് ഇത്തരം പ്രളയ സമതലങ്ങളിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൃഷിക്ക് അനുയോജ്യമായതിനാൽ ഇത്തരം എക്കൽ സമതലങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ധാരാളം എക്കലുകളാണല്ലേ ഈ നദികൾ നിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൃഷിക്ക് വളരെ അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. ഇനി നോക്കിയേ, ഉത്തരേന്ത്യൻ എക്കൽ സമതലങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയുടെ കാര്യത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടി പറയാം. ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഉത്തരേന്ത്യൻ സമതലങ്ങൾ. അപ്പൊ എന്താണ്? അതിനൊരു എന്താണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാമല്ലോ അതിൽ നിന്ന്. ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഞാനിപ്പോ ഒരു പോയിന്റ് വായിച്ചു, അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. എന്താ അത്? ഇന്ത്യൻ കാർഷിക മേഖലയുടെ ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ല് അല്ലെ? ഉത്തരേന്ത്യൻ സമതലങ്ങൾ അഥവാ ഉത്തരമഹാസമതലമാണ് ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ല് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത് ലോകത്തെ വിസ്തൃതമായ എക്കൽ സമതലങ്ങളിൽ ഒന്നാണ്. അപ്പൊ എന്താണ്? ലോകത്തിലെ തന്നെ വിസ്തൃതമായിട്ടുള്ള എക്കൽ സമതലങ്ങളിൽ ഒന്നാണ് എന്ത്? ഉത്തരേന്ത്യൻ സമതലങ്ങൾ എന്ന് പറയുന്നത്. സിന്ധു സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര സമതലം എന്നിങ്ങനെ 3 ഭാഗങ്ങളായി കാണപ്പെടുന്ന ഈ സമതല പ്രദേശത്തിന്റെ ഏറ്റവും വിസ്തൃതമായ ഭാഗം ഗംഗാ സമതലമാണ്. അപ്പൊ നോക്കിയേ, ഈ ഉത്തരേന്ത്യൻ സമതലങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? സിന്ധു സമതലമുണ്ട്, അതുപോലെ തന്നെ ഗംഗാ സമതലമുണ്ട്, പിന്നെ എന്താണ്? ബ്രഹ്മപുത്ര സമതലമുണ്ട്. അപ്പൊ ഈ സമതല പ്രദേശങ്ങളിലെ ഏറ്റവും വിസ്തൃതമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ് ഗംഗാ സമതലമാണ് അല്ലെ? ഗംഗാ സമതലത്തിന്റെ വിസ്തൃതി എത്രയാണ്? ഗംഗാ സമതലത്തിന്റെ 8.6. അപ്പൊ ഏറ്റവും കൂടുതൽ വിസ്തൃതിയുള്ള സമതലം എന്ന് പറയുന്നത് ഗംഗാ സമതലമാണ്. ഓക്കെ, ഇനി ഗോതമ്പ്, ചോളം, പയർവർഗ്ഗങ്ങള്, കരിമ്പ്, ചണം മുതലായ വിളകള് ഇവിടെ കൃഷി ചെയ്യുന്നു. അപ്പോ അതൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക അല്ലെ? എന്താണ് ഈ ഗംഗാ സമതലത്തിൽ എന്താണ് കൃഷി ചെയ്യുന്നത്? എന്തൊക്കെ സാധനങ്ങളാണെന്ന് ചോദിക്കാം അല്ലെ? എന്തൊക്കെ വിഭവങ്ങളാണെന്ന് ചോദിക്കാം. എന്തൊക്കെയാ? ഗോതമ്പ് കൃഷി ചെയ്യുന്നുണ്ട്, ചോളം കൃഷി ചെയ്യുന്നുണ്ട്, പയർവർഗ്ഗങ്ങളുണ്ട്, കരിമ്പുണ്ട്, ചണമുണ്ട്. ഓക്കെ, മുതലായ വിളകൾ ഇവിടെ കൃഷി ചെയ്യുന്നു. ഇന്ത്യയുടെ ജനസംഖ്യയുടെ നല്ലൊരു പങ്ക് അധിവസിക്കുന്ന ഈ പ്രദേശം ഉത്തരേന്ത്യൻ നദികളുടെ നിക്ഷേപണ ഭൂപ്രദേശമാണ്. അപ്പൊ എന്താണ്? ഇന്ത്യൻ ജനസംഖ്യയുടെ ഏറ്റവും ഏറിയ പങ്കും എവിടെയാണ് അധിവസിക്കുന്നത്? ഈ ഒരു സമതലത്തിലാണ് അധിവസിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഉത്തരേന്ത്യൻ നദികളുടെ നിക്ഷേപണ ഭൂപ്രദേശം എന്ന് പറയുന്നത് ഈ ഒരു സമതലം ആണെന്നാണ് പറയുന്നത്. അതാണ് ഉത്തരേന്ത്യൻ എക്കൽ സമതലങ്ങൾ. ജസ്റ്റ് വായിച്ചാൽ മതി, വേറെ കൂടുതലായിട്ട് അതിനകത്തൊന്നും പറയാനില്ല. ഇനി അടുത്തത് പോഷക നദിയും കൈവഴിയും. ഇത് ഞാൻ നിങ്ങൾക്ക് നോട്ട് തന്നിട്ടുണ്ടായിരുന്നോ? പോഷക നദിയും കൈവഴിയും ഓർമ്മയുണ്ടോ? തന്നിട്ടുണ്ടോ? സിന്ധു ഗംഗ എടുത്തപ്പോ തന്നിട്ടുണ്ടായിരുന്നോ? പോഷക നദി എന്താണ്, കൈവഴി എന്താണെന്ന്? പോഷക നദി കൈവഴി എന്താണെന്ന് ഓക്കെ, അപ്പൊ നോക്കിക്കോട്ടോ. പോഷക നദി അഥവാ ട്രിബ്യൂട്ടറീസ്, കൈവഴി അഥവാ ഡിസ്ട്രിബ്യൂട്ടറീസ്. എന്താണ് വ്യത്യാസം എന്ന് നോക്കാട്ടോ. ഒരു നദിയിലേക്ക് ഒഴുകിച്ചേരുന്ന ഉപനദികളെയും നീർച്ചാലുകളെയും പോഷക നദികൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, എന്താണ്? ഒരു നദിയിലേക്ക് ഒഴുകിച്ചേരുന്ന
എന്താണ് ഉപനദികള് അല്ലെങ്കിൽ നീർച്ചാലുകളെ വിളിക്കുന്ന പേരാണ് പോഷക നദികൾ. ഇപ്പൊ എന്താണ് ഗംഗയുടെ കാര്യം തന്നെ എടുത്താല് ഗംഗയിൽ എന്താണ് ധാരാളം നദികൾ വന്നു ചേരുന്നുണ്ട് അല്ലെ. ഇപ്പൊ നേരത്തെ പറഞ്ഞു ഗണ്ഡകുണ്ട്, ഗാഗ്രിയുണ്ട്, കോസിയുണ്ട്. ഇതൊക്കെ എന്താണ് ഗംഗയുടെ പോഷക നദികളാണ് അല്ലെ. ഈ നദികളൊക്കെ എന്താണ് ഗംഗയിൽ വന്നാണ് ചേരുന്നത്. അതുകൊണ്ടാണ് അതിനെ പോഷക നദികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നദീമുഖത്തോടടുക്കുമ്പോൾ വൻതോതിലുള്ള അവസാദ നിക്ഷേപണം, ചരിവിന്റെ അഭാവം എന്നിവയുടെ ഫലമായി നദികൾ പലതായി വേർപിരിഞ്ഞ് ഒഴുകാറുണ്ട്. ഇവയെ കൈവഴികൾ എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താ പറയാ, നദീമുഖത്തോടടുക്കുമ്പോൾ അല്ലെ, അതായത് ആ ഒരു എന്താണ് പറയാം അതിന്റെ മുഖത്ത്, അതായത് അത് പതിക്കാനായിട്ട് അതിന്റെ പതനസ്ഥാനത്തോട് എത്തുമ്പോഴെന്ത് ചെയ്യുന്നുണ്ട്, വൻതോതിലുള്ള അവസാദ നിക്ഷേപണം, അതായത് വൻതോതിലുള്ള അവസാദങ്ങളുടെ നിക്ഷേപണ ഫലമായിട്ട്, അതുപോലെ തന്നെ ചരിവിന്റെ അഭാവം എന്നിവയുടെയൊക്കെ ഫലമായിട്ട് നദികള് പലതായിട്ട് വേർപിരിയുന്നു അല്ലെ. അതായത് ഗംഗ തന്നെ എന്തായിട്ട് വേർപിരിയുന്നുണ്ട്, രണ്ടായിട്ട്. ഡിസ്ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ് ഗംഗയുടെ? ഞാൻ പറഞ്ഞു തന്നതല്ലേ നിങ്ങൾക്ക്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഏതൊക്കെയാണ്, കൈവഴികള് ഗംഗയുടെ പറഞ്ഞു തന്നിട്ടില്ലേ ക്ലാസ്സില്? മറന്നുപോയോ? ഹൂഗ്ലിയും പിന്നെ പത്മയും അല്ലെ. നദീമുഖത്തോട് അടുക്കുമ്പോഴാണ്, അതായത് വെസ്റ്റ് ബംഗാളിൽ വെച്ചിട്ടാണ് ഗംഗ രണ്ടായിട്ട് പിരിയുന്നത്, ഒന്ന് ഹൂഗ്ലി, ഒന്ന് പത്മ. അതാണ് നദീമുഖത്തോട് അടുക്കുമ്പോൾ രണ്ട് കാരണങ്ങൾ കൊണ്ട്, ഒന്ന് അവസാദ നിക്ഷേപണം, ചരിവിന്റെ അഭാവം എന്നിവയുടെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടായിട്ട് പിരിയുന്നുണ്ട് അല്ലെ. അപ്പോ അതിനെയാണ് പറയുന്നത് ഗംഗയുടെ കൈവഴികൾ. അപ്പൊ നദിയുടെ കൈവഴികൾ എന്ന് പറയുന്നത് എന്താണ്, രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നടക്കുന്നത്. ഏതാണ് രണ്ട് കാരണങ്ങള് കൈവഴികൾ പിരിയാൻ കാരണം? എന്താ? ഭൂമിയുടെ ചരിവ്, ചരിവിന്റെ അഭാവം, അവസാദ നിക്ഷേപണം എന്നിവയുടെ ഫലമായിട്ട് നദീമുഖത്തോടടുക്കുമ്പോഴാണ് നദി പലതായിട്ട് പിരിയുന്നത്. ഇതിനെയാണ് കൈവഴികൾ എന്ന് പറയുന്നത്. അപ്പോ നദികള്, അതായത് ഉപനദികളും നീർച്ചാലുകളും ഒരു നദിയിലേക്ക് വന്നു ചേരുന്നതിനെ പോഷക നദികൾ എന്നും, നദീമുഖത്തോടടുക്കുമ്പോൾ നദികള് പലതായിട്ട് പിരിയുന്നതിനെ കൈവഴികളും എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി നോക്കിയേ, നദീമുഖത്തോടടുക്കുമ്പോൾ നദി വളരെ സാവധാനം ഒഴുകുന്നു. അതൊരു പോയിന്റ് ആണ് കേട്ടോ. നദീമുഖത്തോടടുക്കുമ്പോൾ നദി എങ്ങനെയാ ഒഴുകുന്നേ? വളരെ സാവധാനമാണ് ഒഴുകുന്നത്. പതനസ്ഥാനത്തിലേക്ക് അടുക്കുമ്പോൾ നദി വളരെ സാവധാനമാണ് ഒഴുകുന്നത്. നദീജലത്തിന്റെയും അവസാദത്തിന്റെയും അളവ് കൂടുതലായി ഈ പ്രദേശത്ത് മിക്ക നദികളും ചെറിയ കൈവഴികളായി പിരിഞ്ഞൊഴുകുന്നു. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? നദീജലത്തിന്റെയും അവസാദത്തിന്റെ അളവ് എന്താണ്, കൂടുതലാണ് ഈ സമയത്ത്. അതുകൊണ്ടാണ് നദീമുഖത്തോട് എടുക്കുമ്പോൾ നദി പതുക്കെ ഒഴുകുന്നത്, അവസാദങ്ങൾ കൂടുതലാണ്. അതുപോലെ തന്നെ എന്താണ്, നദീജലത്തിന്റെ അതും എന്താണ്, കൂടുതലാണ്, അളവ് കൂടുതലാണ്. അപ്പൊ എന്താണ്, നദി എന്ത് ചെയ്യും, മിക്ക നദികളും ചെറിയ കൈവഴികളായിട്ട് പിരിയും. ഓക്കെ, അതിനെയാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, നേരത്തെ പറഞ്ഞതാണ്. നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങള് ഈ കൈവഴികൾക്കിടയിൽ നിക്ഷേപിച്ചുണ്ടാകുന്ന ത്രികോണ സമാനമായ ആകൃതിയിലുള്ള ഭൂരൂപമാണ് ഡെൽറ്റ. ഓക്കെ, അപ്പൊ വേറൊരു പോയിന്റ് പറയുന്നുണ്ട്, എന്താണ്, നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ. ഞാൻ അന്ന് പറഞ്ഞാലേ സുന്ദർബൻ ഡെൽറ്റ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞതാണ് ക്ലാസ്സിൽ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. നദികള് ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ, ധാരാളം അവസാദങ്ങൾ ഒഴുക്കിക്കൊണ്ടുവരുന്നുണ്ടല്ലേ. ഈ കൈവഴികൾക്കിടയിൽ നിക്ഷേപിച്ചുണ്ടാകുന്ന ത്രികോണ സമാനമായ ആകൃതിയിലുള്ള ഭൂരൂപമാണ് ഡെൽറ്റ. ഗ്രീക്ക് അക്ഷരമാലയിലെ, ഇത് നോക്കിയേ, ഗ്രീക്ക് അക്ഷരമാലയിലെ ഒരു ട്രയാങ്കിളുടെ രൂപം കൊടുത്തിട്ടുണ്ട്. ഡെൽറ്റ എന്ന അക്ഷരത്തിനോട് സാമ്യമുള്ള ഭൂരൂപമായതിനാലാണ് ഇതിനെ ഡെൽറ്റ എന്ന് വിളിക്കുന്നത്. അപ്പൊ ചോദിക്കാം ഏതിനോട് സാമ്യമുള്ളതാണെന്ന് കേട്ടോ. ഗ്രീക്ക് അക്ഷരമാലയിലെ ഡെൽറ്റ എന്ന അക്ഷരത്തിനോട് സാമ്യമുള്ള ഭൂരൂപമായതിനാലാണ് ഇതിനെ ഡെൽറ്റ എന്ന് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ ഡെൽറ്റ എങ്ങനെയാണ് രൂപം കൊള്ളണമെന്ന്? ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ നോട്ടില്? നിങ്ങളുടെ ഗംഗ എടുത്തപ്പോ ബ്രഹ്മപുത്ര എടുത്തിട്ടില്ലേ? അത് തന്നെയാണ് ഇവിടെ സംഭവം കേട്ടോ. ഇനി നോക്കിയേ, സുന്ദരി വനത്തിലെ സുന്ദരികൾ എന്താണെന്ന് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശമാണ് പശ്ചിമ ബംഗാളിലെ സുന്ദരവനം. അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത്
പശ്ചിമ ബംഗാളിലെ സുന്ദരവനമാണ്. ഈ ഡെൽറ്റ പ്രദേശം ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളുടെ നിക്ഷേപണ ഫലമായാണ് രൂപം കൊള്ളുന്നത്. സുന്ദരി എന്ന കണ്ടൽ വർഗ സസ്യങ്ങൾ കാണുന്നതിനാലാണ് ഈ ഡെൽറ്റ പ്രദേശം സുന്ദരവനം എന്നറിയപ്പെടുന്നത്. കണ്ടൽ കാടുകൾ നിറഞ്ഞ ഇവിടം ഇന്ത്യയിലെ പ്രധാന ജൈവ വൈവിധ്യ മേഖലയാണ്. അപ്പോ കുറെ പോയിന്റ്സ് ഉണ്ടല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് പശ്ചിമ ബംഗാളിലെ സുന്ദരവനമാണ്. ഈ ഡെൽറ്റ പ്രദേശം രൂപം കൊണ്ടത് എങ്ങനെയാ രൂപം കൊണ്ടത്? ഇത് എങ്ങനെയാ രൂപം കൊണ്ടത്? ഗംഗ ബ്രഹ്മപുത്ര. ഓക്കെ, അതിന്റെ നിക്ഷേപണ ഫലമായിട്ടാണ് രൂപം കൊണ്ടത് അല്ലെ. പിന്നെ എന്ത് തരം കണ്ടൽ വർഗ സസ്യങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത്? സുന്ദരി എന്ന സുന്ദരി എന്ന കണ്ടൽ വർഗ സസ്യങ്ങളാണ് കാണപ്പെടുന്നത് അല്ലെ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സുന്ദരവനത്തിലെ സുന്ദരികളാവുന്ന ഒരു കോളത്തില് വായിക്കാനുള്ളത് കേട്ടോ. നദികൾ രൂപം നൽകുന്ന ഭൂരൂപങ്ങളെ കുറിച്ച് നിങ്ങൾ നേടിയ അറിവുകളുടെ അടിസ്ഥാനത്തിൽ പട്ടിക പൂർത്തിയാക്കുക എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും നിങ്ങളൊന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഭൂരൂപങ്ങള്? വെള്ളച്ചാട്ടം, രൂപം കൊള്ളുന്ന ഘട്ടം, ഉപരിഘട്ടം, അപരദനവും നിക്ഷേപണം എന്ന് ചോദിച്ചാൽ അപരദനമാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്തായിരിക്കും? അപ്പോ ഏത് ഭൂരൂപങ്ങളാണ് രണ്ടാമത്തത് നമ്മൾ കണ്ടത്? അടുത്തത് വലയങ്ങള്. വലയങ്ങൾ അഥവാ മീനാണ്ടറുകള്. രൂപം കൊള്ളുന്ന ഘട്ടം മധ്യഘട്ടം. മധ്യഘട്ടം. ഓക്കെ, അപരദനമാണോ നിക്ഷേപണമാണോ? നിക്ഷേപണമാണോ? അപരദനം നടക്കുന്നില്ലേ? അപ്പൊ അപരദനം നടക്കുന്നുണ്ട്, അപരദനം നടക്കുന്നുണ്ട്, നിക്ഷേപണവും നടക്കുന്നുണ്ട്. ഓക്കെ, രണ്ടും നടക്കുന്നില്ലേ? രണ്ടും നടക്കുന്നുണ്ട് കേട്ടോ, രണ്ടും നടക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തത് പ്രളയ സമതലമാണ്. പ്രളയ സമതലം ഏത് ഘട്ടാ? കീഴ്ഘട്ടം അല്ലെ, കീഴ്ഘട്ടമാണ്. അപരദനാണോ നിക്ഷേപണമാണോ? നിക്ഷേപണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല. ഡെൽറ്റയും കൂടെ അല്ലേ? എന്താ? ഡെൽറ്റ പ്രളയ ഡെൽറ്റ ആണെങ്കിലാ പറഞ്ഞോളൂ. ഡെൽറ്റ ആണ് ഈ രൂപം കൊള്ളുന്ന ഘട്ടം ഏതാ? ഡെൽറ്റ കീഴ്ഘട്ടം. അപരദനാണോ നിക്ഷേപണമാണോ? നിക്ഷേപണം. ഓക്കെ, അതും കഴിഞ്ഞു. ഇനി നോക്കിയേ, ഒട്ടുമിക്ക വസ്തുക്കളും എന്തുകൊണ്ടാണ് എന്താ കേട്ടില്ലല്ലോ എന്നോടാണ്. ഓക്സ്ബോ തടാകം എന്ന് പറഞ്ഞേ. ഞാൻ ഈ പോയിന്റ് അനുസരിച്ചാ പോയത്. ഈ പോയിന്റിൽ ഇത്ര സ്പേസ് അല്ലേ ഉള്ളൂ, അതുകൊണ്ടാ പറഞ്ഞു 3 പോയിന്റ്സ് ഉൾക്കൊള്ളിക്കാന്ന് വിചാരിച്ചേ. ഓക്സ്ബോ തടാകം ആണെങ്കിൽ ഒന്ന് പറഞ്ഞേ, ഏത് ഘട്ടോ? അപരദനമാണോ നിക്ഷേപണമാണോ? അപരദനവും നിക്ഷേപവും. അപരദനമുണ്ട്, നിക്ഷേപണമുണ്ട് അല്ലെ. ഓക്കെ, ഇത് നോക്കിയേ, എന്തുകൊണ്ടാണ് ജലത്തെ സാർവലായകം എന്ന് വിളിക്കുന്നത്? യൂണിവേഴ്സൽ സോൾവെന്റ് എന്തിനാണ് അങ്ങനെ ജലത്തെ വിളിക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഒട്ടുമിക്ക വസ്തുക്കളെയും അലിയിച്ചു ചേർക്കാൻ കഴിവുള്ള ജലം ശിലകളിലൂടെ ഒഴുകുമ്പോൾ ശിലകളിലെ ചില ധാതുക്കൾ ജലത്തിൽ അലിഞ്ഞു ചേരുന്നു. ഈ പ്രവർത്തനം ലയനം എന്നറിയപ്പെടുന്നു. ഭൂഗർഭ ജലത്തിന്റെ അപരദന പ്രവർത്തനവും തുടർന്നുള്ള ഭൂരൂപീകരണവും ലയന പ്രവർത്തനത്തിന്റെ ഫലമാണ്. അപ്പൊ എന്താണ്, നമുക്കറിയാലേ ജലം എന്ന് പറയുന്ന സംഭവം എല്ലാത്തിനെയും അലിയിക്കാനായിട്ട് കഴിവുള്ള ഒരു സംഭവമാണ് അല്ലെ. സാർവിക ലായകം, സാർവലായകം എന്നാണ് ജലത്തിനെ അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ്, ഒട്ടുമിക്ക വസ്തുക്കളെ എന്ത് ചെയ്യുന്നുണ്ട്? അലിയിച്ചു ചേർക്കാനായിട്ട് എന്തിന് കഴിവുണ്ട്? ജലത്തിന് കഴിവുണ്ട്. അപ്പൊ എന്താണ്, ജലം ശിലകളിലൂടെ ഒഴുകുമ്പോൾ എന്താണ്, ശിലകളിലെ ചില ധാതുക്കള്
ജലത്തില് അലിഞ്ഞു ചേരുന്നു. ജലം എന്താണ്? ശിലകളിലൂടെ ഒഴുകുമ്പോൾ ശിലകളിൽ എന്തുണ്ട്? ചില ധാതുക്കൾ ഉണ്ട്. ആ ധാതുക്കള് ജലത്തില് അലിഞ്ഞു ചേരുന്നു. ഈ പ്രവർത്തനമാണ് ലയനം. അല്ലെ? അപ്പൊ എന്താണ് സൊല്യൂഷൻ അഥവാ ലയനം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? ഒന്ന് പറഞ്ഞേ, എന്താണ് സൊല്യൂഷൻ അഥവാ ലയനം? സൊല്യൂഷൻ അഥവാ ലയനം എന്താ? വെള്ളം ശിലകളിലൂടെ ഒഴുകുമ്പോൾ ചില ധാതുക്കൾ ധാതുക്കൾ ജലത്തിൽ അലിഞ്ഞു ചേരുന്നു. ഈ പ്രവർത്തനമാണ് ലയനം. ലയനം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. നിങ്ങക്ക് ഡൗട്ട് ഒന്നുമില്ലല്ലോ ഇത്രയും വരെ എടുത്തേല്? ഭൂഗർഭജല ജന്യരൂപങ്ങൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ചുണ്ണാമ്പിന്റെ എല്ലാരും കൂടെ ഇപ്പൊ കുറച്ച് ടഫാണ്. എല്ലാം കൂടെ ആകുമ്പോ മിക്സ് ആവും. അല്ലെങ്കിൽ അടുത്ത ക്ലാസ് കൂടി നമുക്ക് തീർക്കാം. ഹലോ മിസ്, ഇത് ഹലോ മിസ്, പറഞ്ഞോളൂ. അതെ, ഇത് ഇന്ന് തുടങ്ങുന്ന ബാച്ച് അല്ലേ? ഇന്ന് കഴിഞ്ഞ ക്ലാസ്സുകളൊന്നും ഇല്ല, ഫസ്റ്റ് ബാച്ചാണെന്ന് പറഞ്ഞേ. തിങ്കളാഴ്ച പറഞ്ഞു. അപ്പൊ മിസ് എന്താ? ഹലോ പറഞ്ഞോളൂ. അല്ല, ഇന്ന് തിങ്കളാഴ്ച മുതൽ തുടങ്ങുന്ന ബാച്ച് ഞങ്ങൾ ഇന്ന് കയറിയതെന്ന് പറഞ്ഞേ. ക്ലാസ് ഒന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണോളൂ മിസ്. കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ പറയുന്നത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേ, അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് കയറിയതാണ് ഇന്ന് മുതലേ. ഇന്ന് മുതലാണ് ക്ലാസ്സിന് കയറിയുള്ളത്. അപ്പൊ ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ഈ 18ാമത്തെ ബാച്ച് എന്ന് പറഞ്ഞേ. അപ്പൊ ക്ലാസ് എത്ര ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി. ഇല്ല, അധികം ക്ലാസ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ ഈ SCERT 2 ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിലാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് തോന്നുന്നു. കഴിഞ്ഞ ക്ലാസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്, ഒരു ക്ലാസ്. ഞാനിപ്പോ കയറിയപ്പോ ആദ്യം നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു. നോട്ട്സ് എന്ന് പറയുന്നത് ഈ SCERT ഇവിടുന്ന് അവര് തരുന്നതാണ്, ഈ പ്രിന്റ് ഔട്ട്. അങ്ങനെയാണ് വായിച്ച് മനസ്സിലാക്കുന്നത്. പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങള് അതൊന്നും കൂടെ സെൻഡ് ചെയ്യോ? അതൊക്കെ പ്രിന്റ് ഔട്ട് മിസ്സിന്റെ. നോട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആർക്കൊക്കെ നോട്ട്സ് വേണം, ഇതുപോലെ നോട്ട്സ് വേണമെങ്കിൽ ഞാൻ സെൻഡ് ചെയ്ത് തരാം. അല്ലെങ്കിൽ ഇവിടുന്ന് പ്രിന്റ് ആണെന്ന് തോന്നുന്നു അയക്കുന്നത്. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഗൂഗിൾ ക്ലാസ് റൂമിൽ വരും. എന്താ ഗൂഗിൾ ക്ലാസ് റൂമിൽ വരും. ഗൂഗിൾ ക്ലാസ് റൂമിൽ അല്ലേ? അതെ, അവിടെ നിന്ന് ഒരു കുട്ടി പറയുന്നുണ്ട് ഗൂഗിൾ ക്ലാസ് റൂമിലാണ് വരുന്നത് നോട്ട്സ് ഒക്കെ. ഒന്ന് പറഞ്ഞു കൊടുക്കട്ടോ. നോട്ട് വേണം നോട്ട് വേണമെന്നല്ലേ? ഇതിലെ SCERT നോട്ട്സ് അതായത് നിങ്ങൾ വായിച്ചിട്ട് തനിയെ തയ്യാറാക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും വേണമെങ്കിൽ പറഞ്ഞു തരാം. ഓക്കെ, അല്ല പ്രിന്റ് അയച്ചാലും മതി. ഞങ്ങള് വായിച്ചോളാന്നറിയാം. ടെക്സ്റ്റ് ആണെങ്കിലും ഞങ്ങക്ക് അയക്കാനെങ്കിൽ വായിക്കാലോ, വായിച്ച് മനസ്സിലാക്കാലോ. ഓക്കെ, ജോഗ്രഫിയുടെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുവോ? പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കണം? ഞാൻ ചെയ്യിപ്പിക്കാം കേട്ടോ. ഞാൻ അത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സംഭവം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കൊണ്ടുവരാം. അടുത്ത ക്ലാസ്സിൽ എന്തായാലും കൊണ്ടുവരാം. മെയിൻ ആയിട്ട് LDCക്ക് വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നല്ലതായിരുന്നു. LDCക്ക് വന്നത് അല്ലെ? നിങ്ങൾക്ക് കഴിഞ്ഞിപ്പോ എക്സാം എല്ലാവരുടെയും കഴിഞ്ഞില്ലേ? ഗാന്ധി ബോർഡിന്റെ എല്ലാ എക്സാം കഴിഞ്ഞോ? ഫിനിഷ് ആയില്ലേ? ഗാന്ധി ബോർഡിന്റെ അല്ലാത്ത LDC വരുന്നുണ്ട്. അല്ലാത്ത LDC വരുന്നുണ്ട് അല്ല? ഗാന്ധി ബോർഡിന്റെ എല്ലാം ഫിനിഷ് ആയില്ലേ? മറ്റേത് വന്ന മിസ്സേ ജനുവരി 3 വരെ എന്റെ സമയമുണ്ട്. LDC ബാച്ചിന്റെ അല്ലേ? എനിക്കറിയാം. LDC ബാച്ചിന്റെ ഉണ്ട്. ഞാൻ പ്രീവിയസ് ആയിട്ടുള്ളത് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കാം. 2021 പ്രിലിംസ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് തുടങ്ങിയുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കാം. അത് മതിയില്ലേ? പ്രിലിംസ് ഇല്ല മിസ്സേ ഈ പ്രാവശ്യം. പ്രിലിംസ് നമ്മൾ എപ്പോഴും 2021 തുടങ്ങി. അതായത് എന്നാണോ നമുക്ക് പ്രിലിംസ് ഇല്ല, മെയിൻസേ ഉള്ളൂ. പ്രിലിംസ് ഇല്ല. ഓക്കെ, പ്രിലിംസ് ഇല്ല. പക്ഷെ ചോദ്യങ്ങളുടെ ഘടന സ്ട്രക്ചർ ഒക്കെ വരുന്നത് ആ ഒരു ഇതിലായിരിക്കും. കാരണം ക്വാളിറ്റി കൂടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് കൂടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എപ്പോഴും. ജോഗ്രഫിയില് സ്റ്റാൻഡേർഡ് കൂടിയ ക്വസ്റ്റ്യൻസും വരാം, സ്റ്റാൻഡേർഡ് കുറഞ്ഞ ക്വസ്റ്റ്യൻസും വരാം. അപ്പൊ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും വർക്ക്ഔട്ട് ചെയ്യണം. പ്രീവിയസ് എപ്പോഴും വർക്ക്ഔട്ട് ചെയ്യണം. 2021 തുടങ്ങിയിട്ടാണ് പ്രിലിംസ് മെയിൻസ് എന്ന് പറഞ്ഞ സമ്പ്രദായം ഉണ്ടായതെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ എപ്പോഴും ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അത് തുടങ്ങി വർക്ക്ഔട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബാക്കിലോട്ട് പോയാൽ മതി കേട്ടോ.
ജോഗ്രഫിനെ സംബന്ധിച്ച് കൂടുതൽ എന്താണ് അധികം ടഫ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ പഠിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് എല്ലാനും ഉള്ളത്. അപ്പോ ഞാൻ ഇനി അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ വർക്കൗട്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ, ചെയ്യിപ്പിക്കാം കേട്ടോ. ഇപ്പൊ ക്ലാസ് എടുക്കണത് ഏത് സ്റ്റാൻഡേർഡിലെ ക്ലാസ് ആണ്? ഇത് 9ാം ക്ലാസ്സിലാണ്. 9 കേട്ടോ. സോഷ്യൽ സയൻസ് സെക്കൻഡ് പാർട്ടാണ് തോന്നുന്നു. സെക്കൻഡ് പാർട്ട് 9ാം ക്ലാസ് കേട്ടോ. അപ്പൊ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഉണ്ടോ? ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപകർഷണം എന്താണെന്ന് മനസ്സിലായില്ലേ? അപകർഷണം അപകർഷണം മനസ്സിലായി? എന്താണ് അപകർഷണം എന്ന് പറഞ്ഞേ? എല്ലാവരും ഒന്ന് പറഞ്ഞേ, അപകർഷണം എന്താ? നദി ഒഴുകുമ്പോൾ മണൽ, ഉരുളം കല്ലുകൾ തുടങ്ങിയ ശിലാപദാർത്ഥങ്ങൾ അടിയൊട്ടിലും വശങ്ങളിലുള്ള ശിലകളിൽ ഉരയുന്നത് മൂലം പാറകളിൽ തേയ്മാനം സംഭവിക്കുന്നു. അല്ലേ? പിന്നെ അടിത്തട്ടിന്റെ അപരദനം സജീവമാകുന്നത് ഏത് ഘട്ടത്തിലാണ്? അടിത്തട്ടിന്റെ അപരദനം സജീവമാകുന്നത് ഏത് ഘട്ടത്തിലല്ലേ? ഓക്കെ. ഇനി ബിരൂപ താഴ്വരകൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത്? ബിരൂപ താഴ്വരകൾ രൂപം കൊള്ളുന്നത് എങ്ങനെയാ? ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ഓക്കെ. ഇനി നദീജന്യ ഭൂരൂപങ്ങൾ എന്താണ്? നദീജന്യ ഭൂരൂപങ്ങള് നദിയുടെ നദീജന്യ രൂപങ്ങൾ എന്ന് പറയും. ഓക്കെ. ഇനി നീ എന്താ വെള്ളച്ചാട്ടങ്ങൾ രൂപം കൊള്ളുന്നത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞേ. മൃദുലശിലകൾ കൂടുതൽ അപരദനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി എങ്ങനെയാണ് വലയങ്ങൾ അഥവാ മിയാൻഡറുകൾ രൂപം കൊള്ളുന്നത്? അവസാനങ്ങളും ശിലാവശിഷ്ടങ്ങളും നദിയുടെ ഒഴുക്കിനെ നദികൾ വളഞ്ഞു ഒഴുകാൻ തുടങ്ങുന്നത്. ഇത്തരം വലകളെയാണ് മിയാൻഡറുകൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഓക്സ്ഫോർഡ് ആകുവാണെങ്കിലോ അതെങ്ങനെയാ രൂപം കൊള്ളുന്നേ? തുടർച്ചയായിട്ടുള്ള അപരദനത്തിന്റെയും നിക്ഷേപണ പ്രകൃതിയുടെയും ബലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ? നദിയുടെ ഭാഗത്തുനിന്ന് വേർപെട്ടു പോകും. ഇതൊരു തടാകമായി മാറുന്നതിനെയാണ് ഓക്സ്ബോ തടാകം എന്ന് പറയുന്നത്. പിന്നെ ഗണ്ഡക് നദിയുടെ ഫലമായിട്ട് രൂപപ്പെട്ട തടാകം അതാണ് ഇന്ത്യയിലെ ഓക്സ്ബോ തടാകം. ഇന്ത്യയിലെ കൻവർ തടാകം കേട്ടോ. ഓക്കെ. കേരളത്തിലുള്ളതിന്റെ പേരെന്താ? കേരളത്തിലെ എവിടെയാ? വൈന്തല ചായന്തല. ഓക്കെ. പ്രളയ സമതലങ്ങളൊക്കെ പറഞ്ഞാണ്. പോഷക നദി കൈവഴിയൊക്കെ പറഞ്ഞതാണ്. സാർവലായകം എന്താണ്? സാർവലായകം എല്ലാം അലിയിച്ചു ചേർക്കുന്ന. എല്ലാം അലിയിച്ചു. ഓക്കെ, ശരി. ഡെൽറ്റ ഒന്ന് പറഞ്ഞേ. ഡെൽറ്റ ത്രികോണസമമായ ഭൂരൂപങ്ങൾ. ഡെൽറ്റ. ഓക്കെ. ഈ നദീമുഖത്തോട് അടുക്കുമ്പോൾ നദിയുടെ വേഗം എങ്ങനെയാണ്? നദീമുഖത്തോട് അടുക്കുമ്പോൾ വേഗം കുറയും. വേഗത കുറയുന്നു. ചെറിയ ചെറിയ കൈവഴികളായിട്ട് പോകുന്നു. പ്രഭവ സ്ഥാനത്താണെങ്കിലോ? കൂടുതലാണ്. വേഗത കൂടുതലായിരിക്കും. പിന്നെ സുന്ദരി വനത്തിലെ സുന്ദരികൾ അല്ലെ? അവിടെ ഏത് തരത്തിലുള്ള കണ്ടൽ സസ്യങ്ങളാ കാണപ്പെടുന്നേ? പേരെന്താ? സുന്ദരി കണ്ടൽക്കാട്. പിന്നെ ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായിട്ടുള്ള സമതല പ്രദേശം ഏതാണ്? ഉത്തര മഹാസമതലം. ബംഗാളിലെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ തന്നെ ഏറ്റവും വിസ്തൃതിയുള്ള സമതലം ഏതാ? ഗംഗാ സമതലം. പോഷക നദി എന്താണ്? പോഷക നദി ഒരു വലിയ നദിയിലേക്ക് ഒഴുകിയെത്തുന്ന ചെറിയ നദികൾ. ഉപനദികള്. ഓക്കെ. കൈവഴി എന്താണ്?
ഒരു വലിയ നദി രണ്ടായി തോറും പിരിഞ്ഞൊഴുകുമ്പോൾ സ്ഥലങ്ങളുടെ നിക്ഷേപം മൂലം ഒഴുകുക എന്നിവ അവ കാരണം പലതായി ഒഴുകുന്നു. വെരി ഗുഡ്. മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വൈകുന്നേരം ഒക്കെ ഇരുന്ന കൂടെ ഒന്ന് വായിക്കുക. നോട്ട്സ് എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ നോട്ട്സ് ചെയ്യുക. ഈ നോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടീച്ചറെ ഇത് ക്ലാസ് റൂമിൽ വരുമോ? ഗൂഗിൾ ആ ക്ലാസ് ആ ഗൂഗിൾ ക്ലാസ് റൂമിൽ വരും കേട്ടോ. ഓക്കെ ഓക്കെ. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് ഇങ്ങനെയുള്ള കോളം കൊടുത്തിട്ടില്ലേ, ഇപ്പൊ കണ്ടില്ലേ ടേബിള് കണ്ടില്ലേ, ഇത് നിങ്ങൾ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങള് എന്താ പറയാ എക്സാമിന്റെ സമയത്ത് മറന്നൊന്നും പോവില്ല. നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് വരില്ല ഇങ്ങനെയുള്ള വർക്കൗട്ടുകൾ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ, ടെക്സ്റ്റ് ബുക്കിലെ. ഓക്കെ 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 ഓക്കെ. അപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ശരി. ഓക്കെ താങ്ക് യു മിസ്. ചോദിച്ചാൽ മതി, എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഇവരോട് ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ. താങ്ക് യു.